ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. സുപ്രഭാതം, ശുഭദിനം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായശേദേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവതജ്ഞാനഗംഗ ദശമസ്കന്ധം 84-ാം അധ്യായമാണ്. ഭഗവാനും ഋഷിമുനിമാരുമായിട്ടുള്ള സമാഗമമാണ് വർണ്ണിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്നലെ നമ്മൾ കണ്ടതെല്ലാം. മുനിമാർ ഭഗവാന്റെ മാഹാത്മ്യത്തെ എടുത്തു വർണ്ണിക്കുന്നത് കണ്ടു. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വായിക്കാം. 84-ാം അധ്യായം. ാം ശ്ലോകം വരെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 84-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ശ്രുത്വാ വൃഥാ സുബലപുത്ര്യതയാജ്ഞസേനീ മാധവ്യത ക്ഷിതിപപത്ന്യൗത സ്വഗോപ്യഃ. കൃഷ്ണേ കിലാത്മനി ഹരൗ പ്രണയാനുബന്ധം സർവം സർവാവിസിസ്മ്യുർ അലം അശ്രുകലാകുലാക്ഷ്യഃ. ഇതി സംഭാഷമാണാസു സ്ത്രീഭിഃ സ്ത്രീഷു നൃഭിർനൃഷു ആയയുർമുനയസ്തത്ര കൃഷ്ണരാമതിദൃക്ഷയാ. ദ്വൈപായനോ നാരദശ്ച ച്യവനോ ദേവലോസിതഃ. വിശ്വാമിത്രഃ ശതാനന്ദോ ഭരദ്വാജോത ഗൗതമഃ. രാമഃ സശിഷ്യോ ഭഗവാൻ വസിഷ്ഠോ ഗാലവോ ഭൃഗുഃ. പുലസ്ത്യഃ കശ്യപോത്രിശ്ച മാർക്കണ്ഡേയോ ബൃഹസ്പതിഃ. ദ്വിതസ്ത്രിതശ്ചൈകതശ്ച ബ്രഹ്മപുത്രാസ്തദാംഗിരാः. അഗസ്ത്യോ യാജ്ഞവൽക്യശ്ച വാമദേവാദയോ പരേ. താൻ ദൃഷ്ട്വാ സഹസോക്തായ പ്രാഗാസീനാ നൃപാദയഃ. പാണ്ഡവാത് കൃഷ്ണരാമൗ ച പ്രണേമുർവിശ്വവന്ദിതാൻ. താനാനർച്ചുര്യഥാ സർവേ സഹ രാമോച്യുതോർച്ചയത്. സ്വാഗതാസനപാദ്യാർഘ്യ മാല്യധൂപാനുലേപനൈഃ. ഉവാച സുഖമാസീനാൻ ഭഗവാൻ ധർമ്മഗുപ്തനുഃ. സദസസ്തസ്യ മഹതോ യതവാചോനുശൃണ്വതഃ. ശ്രീഭഗവാനുവാച. അഹോ വയം ജന്മഭൃതോ ലബ്ധം കാൽസ്നേന തദ്ഫലം. ദേവാനാമപി ദുഷ്പ്രാപം യദ്യോഗേശ്വരദർശനം. കിം സ്വൽപതപസാം നൃണാം അർച്ചായാം ദേവചക്ഷുഷാം. ദർശനസ്പർശന പ്രശ്ന പ്രഹ്വപാദാർച്ചനാദികം. ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഃ. തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ. നാഗ്നിർന സൂര്യോ ന ച ചന്ദ്രതാരകാഃ. ന ഭൂർജലം ഖം ശ്വസനോദവാങ്മനഃ. ഉപാസിതാ ഭേദകൃതോ ഹരം വ്യഘം. വിപശ്ചിതോഗ്നന്തി മുഹൂർത്തസേവയാം. യസ്യാത്മബുദ്ധിഃ കുണപേ ത്രിധാതുകേ. സ്വധീ കളത്രാദിഷു ഭൗമ ഇജ്യതീഃ. യത്തീർത്ഥബുദ്ധിഃ സലിലേന കർഹിചിത്. ജനേഷ്വഭിജ്ഞേഷു സയേവ ഗോഖരഃ. ശ്രീശുക ഉവാച. നിശമ്യേത്തം ഭഗവതഃ കൃഷ്ണസ്യാകുണ്ഡമേധസഃ. വചോ ദുരന്വയം വിപ്രാः തൂഷ്ണീമാസൻ പ്രമദ്യഃ.
ചിരം വിമൃശ്യ മുനയഃ ഈശ്വരസ്യ യശിതവ്യതാം ജനസംഗ്രഹയിത്യൂജുഃ സ്മയന്തസ്തം ജഗദ്ഗുരും മുനയൗജുഃ യന്മായയാ തത്വവിദുത്തമാ വയം വിമോഹിതാ വിശ്വസൃജാം അധീശ്വരഃ യദീശിതവ്യായതി ഗൂഢൈഹയാ അഹോ വിചിത്രം ഭഗവദ്വിചേഷ്ടിതം അനീഹയേതദ്ബഹുധൈക ആത്മനാ സൃജത്യവത്യത്തി ന ബധ്യതേ യദാ ഭൗമൈർഹി ഭൂമി ബഹുനാമരൂപിണീ അഹോ വിഭൂംനശ്ചരിതം വിഡംബനം അഥാപി കാലേ സ്വജനാഭിഗുപ്തയേ ബിഭർഷി സത്വം ഖലനിഗ്രഹായ ച സ്വലീലയാ വേദപദം സനാതനം വർണ്ണാശ്രമാത്മാ പുരുഷഃ പരോ ഭവാൻ ബ്രഹ്മത്തെ ഹൃദയം ശുക്ലം തപസ്വാധ്യായ സംയമൈഃ യത്രോപലബ്ധം സദ്വ്യക്തം അവ്യക്തം ച തതഃ പരം തസ്മാത് ബ്രഹ്മകുലം ബ്രഹ്മൻ ശാസ്ത്രയോനേസ്ത്വമാത്മനഃ സഭാജയസി സദ്ധാമ തദ്ബ്രഹ്മണ്യാഗ്രണീർഭവാൻ അദ്യ നോ ജന്മസാബല്യം വിദ്യായാസ്തപസോ ദൃശഃ ത്വയാ സംഗമ്യ സദ്ഗത്യാ യദന്തശ്രേയസാം പരഃ നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ കുണ്ഡമേധസേ സ്വയോഗമായയാച്ഛന്നമഹിംനേ പരമാത്മനേ നയം വിദന്ധ്യമീ ഭൂപായേകാരാമാശ്ച വൃഷ്ണയഃ മായാജമനികാച്ഛന്നം ആത്മാനം കാലമീശ്വരം യദാ ശയാനഃ പുരുഷഃ ആത്മാനം ഗുണതത്വദൃക് നാമമാത്രേന്ദ്രിയാബാധം ന വേദ രഹിതം പരം ഏവം ത്വാ നാമമാത്രേഷു വിഷയേഷ്വിന്ദ്രിയേഹയാ മായയാ വിഭ്രമച്ചിത്തോ ന വേദ സ്മൃതി ഉപപ്ലവാത് തസ്യാദ്യത്തെ ദദൃശിമാംഗ്രിമഗൗഗമർഷതീർത്ഥാസ്പദം ഹൃദി കൃതം സുവിഭക്വയോഗൈഃ ഉത്സിക്തഭക്ത്യുപഹദാശയ ജീവകോശാഃ ആപുർഭവദ്ഗതിമധോനുഗൃഹാണ ഭക്താൻ. ശ്രീശുക ഉവാച ഇത്യനുജ്ഞാപ്യദാശാർഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജർഷേ സ്വാശ്രമാൻ ഗന്തും മുനയോ ദധിരേ മനഃ തദ്വീക്ഷ്യ താനുപവ്രജ്യ വസുദേവോ മഹായശാഃ പ്രണമ്യ ചോപസംഗൃഹ്യ ബഭാഷേതം സുയന്ത്രിതഃ. വസുദേവ ഉവാച നമോ വസ്സർവദേവേഭ്യഃ ഋഷയഃ ശ്രോതുമർഹത കർമ്മണാ കർമ്മനിർഹാരോ യഥാ സ്യാത് നസ്തദുച്യതാം. നാരദ ഉവാച നാദിചിത്രമിദം വിപ്രാ വസുദേവോ ബുബുൽസയാം കൃഷ്ണം മത്വാർഭകം യന്നഃ പൃച്ഛതി ശ്രേയ ആത്മനഃ സന്നികർഷോ ഹി മർത്യാനാം അനാദരണകാരണം ഗാംഗം ഹിത്വാ യദാ അന്യാംബഃ തത്രത്യോ യാതി ശുദ്ധയേ യസ്യാനുഭൂതിഃ കാലേന ലയോൽപത്യാദിനാസ്യ വൈ സ്വതോന്യസ്മാच्च ഗുണദോ ന കുതശ്ച നരിഷ്യതി തം ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹൈഃ അവ്യാഹതാനുഭവമീശ്വരമദ്വിതീയം പ്രാണാദിഭിഃ സ്വവിഭവൈർ ഉപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈഃ. അധോ ജുർമുനയോ രാജൻ ആപാശ്യാനഗതുന്ദുബിം സർവേഷാം ശൃണ്വതാം രാജ്ഞാം തദൈവാച്യുതരാമയോഃ കർമ്മണാ കർമ്മനിർഹാരഃ യേഷ സാധു നിരൂപിതഃ യത് ശ്രദ്ധയാ യജേത് വിഷ്ണും സർവയജ്ഞേശ്വരം മഗൈഃ ചിത്തസ്യോപശമോയം വൈ കവിഭിഃ ശാസ്ത്രചക്ഷുഷാ ദർശിതഃ സുഗമോ യോഗോ ധർമ്മശ്ചാത്മമുദാവഹഃ അയം സ്വസ്തേനഃ പന്ഥാദ്വിജാതേർഗൃഹമേദിനഃ യത് ശ്രദ്ധയാപ്തവിത്തേന ശുക്ലേനേജ്യേദപൂരുഷഃ വിത്തൈഷണാം യജ്ഞദാനൈർഗൃഹൈർദാരസുതൈഷണാം ആത്മലോകൈഷണാം ദേവ കാലേന വിസൃജേദ്ബുധഃ. ഗ്രാമേ തെക്തൈഷണാ സർവേ യയുർധീരാസ്തപോവനം ഋണൈസ്ത്രിഭിർദ്വിജോ ജാതോ
ദേവർഷിപിതൃണാം പ്രഭോ യജ്ഞാധ്യയനപുത്രൈഃ താന്യനിസ്തീര്യത്യജൻ പദേത് ത്വം ത്വദ്യമുക്തോ ദ്വാഭ്യാം വൈഋഷിപിത്രോർമഹാമതേ യജ്ഞൈർദേവർണമുന്മുച്യ നിർഋണോ ശരണോ ഭവ വസുദേവ ഭവാൻ നൂനം ഭക്ത്യാ പരമയാ ഹരിം ജഗദാമീശ്വരം പ്രാർച്ചഃ സയദ്വാം പുത്രതാം ഗതഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇപ്പോൾ സമന്തപഞ്ചക തീർത്ഥാടന കാലത്ത് ഭഗവാനെ കാണാനായിക്കൊണ്ട് വളരെ വിശിഷ്ടരായിട്ടുള്ള മഹർഷീശ്വരന്മാർ, വ്യാസാദികൾ വന്നു ചേർന്നു. അവരെ കണ്ട് വേണ്ട പോലെ പൂജിച്ച് എല്ലാവരും കേൾക്കെ ഭഗവാൻ സത്സംഗത്തിൻ്റെ അല്ലെങ്കിൽ മഹാത്മാക്കളുടെ മഹിമയെ വളരെയധികം പ്രശംസിച്ചു. നമ്മൾ ആരാധിക്കുന്ന ക്ഷേത്രവിഗ്രഹങ്ങളെക്കാൾ തീർത്ഥസ്ഥാനങ്ങളെക്കാൾ നമ്മളെ ഉടനെ പവിത്രീകരിക്കാൻ സാമർഥ്യമുള്ളവരാണ് ഈ വന്നിരിക്കുന്ന മഹാത്മാക്കൾ. അതുകൊണ്ട് ഇതുപോലെയുള്ള സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളും ക്ഷേത്രങ്ങളുമായിരിക്കുന്ന ഈ മഹാത്മാക്കളെ വേണം വിവേകികളായിട്ടുള്ളവർ പൂജിക്കാൻ. ഈ മഹാത്മാക്കളെ വേണ്ട പോലെ ബഹുമാനിക്കാത്തവർ, അവരെത്ര സദാചാരം മറ്റെല്ലാം ഉള്ളവരാണെങ്കിലും എന്ത് സംസ്കാരമുള്ളവരാണെങ്കിലും അവര് കോവർ കഴുതകളാണ് എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. ഈ ശവമായ ശരീരത്തിൽ ആത്മാ എന്ന ബുദ്ധി, ഭാര്യ മക്കൾ മുതലായതിൽ എൻ്റേത് എന്നുള്ള മമതാബുദ്ധി, ഭൂമിയിൽ നിന്നുണ്ടാക്കിയ വിഗ്രഹാദികളിൽ ഈശ്വരൻ എന്നതായിട്ടുള്ള ബുദ്ധി, ജലാശയങ്ങളിൽ തീർത്ഥബുദ്ധി, ഇതൊക്കെ ഉണ്ട്. വലിയ കേമത്താണെന്നാണ് വിചാരം. എന്നാൽ ആർക്കാണോ അഭിജ്ഞേഷു ജനേഷു ഈ പറഞ്ഞ മഹത്വം കാണാത്തത്, സയേവ ഗോഖരഃ, അവർ ഗോഖരങ്ങളാകുന്നു, കോവർ കഴുതകളാകുന്നു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ മനുഷ്യൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളാണ് ഈ പറഞ്ഞ മാതിരി മഹാത്മാക്കളെ, ഗുരുക്കന്മാരെയൊക്കെ കണ്ടാൽ തിരിച്ചറിയാറാവുക. എല്ലാ പ്രാകൃതന്മാർക്കും അത് സാധിക്കില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരത്രയ്ക്കേ വളർന്നിട്ടുള്ളൂ. വളരാത്തവർക്ക് വലിയ വലിയ ദർശനങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അല്ലേ? ഒരു എന്താ പറയുക, മതിലിൻ്റെ അപ്പുറത്തേക്ക് കാണണമെങ്കിൽ മതിലിനേക്കാൾ ഉയരം വയ്ക്കണം, മതിലിൻ്റെ മുകളിലൂടെ നോക്കാനായിക്കൊണ്ട്. എന്നതുപോലെ മനുഷ്യർ വളരണം. വളരുമ്പോഴേ അവൻ്റെ ഈ സങ്കുചിത ചിന്തകളിൽ നിന്ന്, പൊട്ടക്കിണറ്റിൽ നിന്ന് അവൻ ഉയരുകയും സജ്ജനങ്ങളെ, മഹാപുരുഷന്മാരെ എല്ലാം കാണാനും ബഹുമാനിക്കാനുള്ളതായിട്ടുള്ള യോഗ്യത കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അതുവരയ്ക്ക് ഗോഖരങ്ങളായിട്ട് കഴിച്ചു കൂട്ടും. കോവർ കഴുതകളെപ്പോലെ വിഡ്ഢികളായി ദുഃഖിക്കാൻ വേണ്ടി മാത്രം ജീവിക്കും.
എന്ന് സജ്ജനങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങുന്നുവോ അതോടുകൂടി അവരുടെ ദുഃഖങ്ങൾക്ക് ഉപശമം വന്നു തുടങ്ങും. അപ്പോൾ സുഹൃതം ഫലിക്കാൻ തുടങ്ങുമ്പോഴാണ് സത്സംഗം ലഭിക്കുക. സത്സംഗം ലഭിക്കുന്നതോടുകൂടി ദുഃഖങ്ങൾ കുറഞ്ഞു 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 വരും. നിറവ്, ആനന്ദം കൂടി 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 വരും. ഇത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഈ സത്സംഗത്തിലൂടെ വന്നിട്ടുള്ള എല്ലാവർക്കും സത്സംഗത്തിൻ്റെ ഈ ഒരു മഹിമ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ലഭിക്കാത്തവർ ഭാഗ്യഹീനന്മാർ, പശുജന്മം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഭഗവാന്റെ ഈ മഹാത്മാക്കളെ പുകഴ്ത്തി പറയുന്നത് കേട്ട് അല്പനേരത്തേക്കൊന്ന് ഭ്രമിച്ച് മിണ്ടാതിരുന്നു പോയി ഈ പറഞ്ഞ മഹാത്മാക്കളൊക്കെ. എല്ലാം ലോകസംഗ്രഹത്തിനായിട്ടുള്ള നാടകമല്ലേ എന്ന മട്ടിൽ അവസാനം ഭഗവാനോട് പറഞ്ഞുകൊണ്ട് അവർ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഏതൊരു ഭഗവാന്റെ മായ കൊണ്ടാണോ തത്വവിത്തുക്കളിൽ വെച്ച് ഉത്തമന്മാരായിട്ടുള്ള ആളുകളും വിശ്വസൃഷ്ടാക്കളായിരിക്കുന്നവരും അവരുടെ അധീശന്മാരായിരിക്കുന്ന ദേവദേവന്മാരും മോഹിച്ചിരിക്കുന്നു, അങ്ങ് ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നടത്തുന്നതായിട്ടുള്ള നാടകങ്ങളല്ലേ ഇതെല്ലാം, അങ്ങയുടെ ചേഷ്ടയല്ലേ ഇതെല്ലാം. അങ്ങ് തന്നെയാണ് ഏകനായിരുന്ന് ഒന്നും ചെയ്യാതിരുന്ന അങ്ങ് സ്വയം പലതായി തീർന്നു. സൃഷ്ടി ചെയ്യുന്നു, പരിപാലനം ചെയ്യുന്നു, സംഹരിക്കുന്നു, എല്ലാം അങ്ങ് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങയെ തന്നെ പലതാക്കി തീർത്തിരിക്കുകയാണ്. എങ്ങനെയാണോ ഭൗമനിർമ്മിതങ്ങളായ വസ്തുക്കളാൽ ഏകയായ ഭൂമി പലതായി തോന്നുന്നത്, ഭൗമൈർഹി ഭൂമിഹി ബഹുനാമരൂപിണി, അതുപോലെ ഏകനായ അങ്ങ് തന്നെ പലതായി കാണപ്പെടുകയാണ് ഈ വിഭൂമാവായിരിക്കുന്ന അങ്ങയുടെ ഈ ലീലകൾ, നാടകം. അഹോ ആശ്ചര്യം, അഹോ വിഭൂംനശ്ചരിതം വിഡംബനം. അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് സജ്ജനങ്ങളെ രക്ഷിക്കാനായിക്കൊണ്ടും ദുഷ്ടനിഗ്രഹത്തിനായിക്കൊണ്ടും സത്വഗുണം സ്വീകരിച്ചുകൊണ്ട് മൂർത്തിയെ ധരിക്കുന്നു, അവതാരമെടുക്കുന്നു. അതിലൂടെ അങ്ങ് വേദമാർഗങ്ങളെ, സനാതനധർമ്മത്തെ, വർണ്ണാശ്രമധർമ്മങ്ങളെ എല്ലാം സംരക്ഷിക്കുന്നു. സ്വലീലയാ വേദപദം സനാതനം വർണ്ണാശ്രമാത്മാ പുരുഷ പരോ ഭവാൻ. അപ്പോൾ അങ്ങനെ സനാതനധർമ്മത്തെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് സത്വഗുണം കൊണ്ട് മൂർത്തിയെ സ്വീകരിക്കുന്നു, അവതാരം എടുക്കുന്നു എന്നർത്ഥം. ഇനി അതിൽ തപസ്വാധ്യായ സംയമങ്ങളെ കൊണ്ട് ഏതൊരു ആ സത്യമായ ബ്രഹ്മത്തെ ഹൃദയത്തിൽ സാക്ഷാത്കരിച്ചിരിക്കുന്നുവോ, ആരിലാണോ ബ്രഹ്മം സുലഭമായി പ്രകാശിക്കുന്നത് അവരാണ് ബ്രാഹ്മണർ. അങ്ങനെയുള്ള ബ്രാഹ്മണരാകുന്നു അങ്ങയുടെ ഹൃദയം. അതുകൊണ്ട് ശാസ്ത്രങ്ങളുടെ മുഴുവൻ ഉൽപ്പത്തി സ്ഥാനമായ അങ്ങ് ആ ശാസ്ത്രങ്ങളെ നിലനിർത്താൻ, രക്ഷിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള ജ്ഞാനികളെ, ബ്രഹ്മകുലത്തെ അങ്ങ് പൂജിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അങ്ങ് ബ്രഹ്മണ്യ അഗ്രണിയായി ഭവിച്ചിരിക്കുന്നു. അപ്പൊ ശാസ്ത്ര സംരക്ഷണം, ധർമ്മ സംരക്ഷണം, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അങ്ങ് ഈ ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നതും പൂജിക്കുന്നതും. കാരണം ആ ബ്രാഹ്മണർ വേണ്ട പോലെ പൂജിക്കപ്പെട്ടാൽ, എന്നുവെച്ചാൽ അറിവുള്ള മഹാത്മാക്കൾ പൂജിക്കപ്പെട്ടാൽ അവർ മാതൃകയായിക്കൊണ്ട് മറ്റുള്ളവരെല്ലാം അവരെ പിന്തുടർന്നുകൊണ്ട് ഈ ധർമ്മം നിലനിർത്തും. അപ്പോൾ അതാണ് അങ്ങയുടെ ഈ ലീലകളുടെ എല്ലാം താല്പര്യം എന്ന് പ്രത്യേകം എടുത്തു പറയണം. എന്നാലും നമ്മൾ ഇതെല്ലാം വിശദമായി കണ്ടു. ഇനിയും തുടരുകയാണ് ഈ ഋഷിമാര്. അദ്യനോ ജന്മസാഫല്യം വിദ്യായാഃ തപസോ ദൃശഃ ത്വയാ സംഗമ്യ സദ്ഗത്യാ യദന്തഃ ശ്രേയസാം പരഃ.
അദ്യ നോ ജന്മസാഫല്യം വിദ്യായാസ്തപസോ ദൃശഃ ത്വയാ സംഗമ്യ സദ്ഗത്യാ യദന്തഃ ശ്രേയസാം പരഃ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ജന്മം സഫലമായിരിക്കണം. അതാണ് അദ്യ നോ ജന്മസാഫല്യം. നീ ജന്മസാഫല്യം മാത്രമല്ല, വിദ്യായാഹ, ഞങ്ങൾ പഠിച്ച വിദ്യകളുടെ എല്ലാം ഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. തപസഃ, തപസ്സിന്റെ ഫലം ലഭിച്ചിരിക്കുന്നു. ദൃശഃ, കണ്ണുകളുടെ പ്രയോജനം ലഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ത്വയാ സംഗമ്യ സദ്ഗത്യാ യദന്തഃ ശ്രേയസാം പരഃ. അപ്പോ എന്തെന്നാൽ ശ്രേയസാം പരഃ അന്തഃ, അങ്ങാണ് എല്ലാ ശ്രേയസിന്റെയും പരമമായ അന്തം എന്ന് വെച്ചാലോ, ഏതൊരു അങ്ങയെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും പ്രാപിക്കാനില്ല. യു ആർ ദ അൾട്ടിമേറ്റ് ഗോൾ, ദ ഡെസ്റ്റിനി. അങ്ങയെ പ്രാപിച്ചു കഴിഞ്ഞാൽ വേറെ എവിടേക്കും പോകാനില്ല, വേറൊന്നും നേടാനില്ല. യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അപ്പോൾ ഏതൊന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ടതില്ലയോ, വേറൊന്നും ആഗ്രഹിക്കുന്നില്ലയോ മനുഷ്യൻ. അതാണ് ഇവിടെ ശ്രേയസാം പരഃ അന്തഃ. എല്ലാ ശ്രേയോമാർഗങ്ങളും അവസാനിക്കുന്നത് ഇവിടെയാണ്, ഈ ലക്ഷ്യത്തിലാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് എവിടേക്കും പോകാനില്ല. സദ്ഗത്യാ ത്വയാ സംഗമ്യ അദ്യ നഃ വിദ്യായാഹ തപസഃ ദൃശഃ ജന്മസാഫല്യം. അപ്പോൾ അങ്ങ് ആരാണ്? സദ്ഗതിയാണ്. സദ്ഗതി സദാം ഗതി, സജ്ജനാനാം ഗതി. അപ്പോൾ സജ്ജനങ്ങൾക്കെല്ലാം ഗതി അഥവാ ലക്ഷ്യസ്ഥാനമായിരിക്കുന്ന പ്രാപ്യസ്ഥാനമായ ത്വയാ സംഗമ്യ, ത്വയാ അങ്ങയോട് സംഗമ്യ സംഗമിച്ചിട്ട്. അപ്പൊ ഞങ്ങള് സദ്ഗതിയായിരിക്കുന്ന അങ്ങയുമായിട്ട് ഇപ്പൊ സംഗമിച്ചു കഴിഞ്ഞു. സജ്ജനങ്ങളെല്ലാം അങ്ങയെ സംഗമിക്കാൻ, അങ്ങയെ പ്രാപിക്കാനാണ് പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ അന്ത്യം ശ്രേയോമാർഗം അവസാനിക്കുന്നത് അങ്ങയിലാണ്. അതൊരു ടെർമിനസ് ആണ്, അതൊരു ആക്മേ ആണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് പോകാനൊന്നുമില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനൊന്നുമില്ല. യു ആർ ദ അൾട്ടിമേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ശ്രേയസിന്റെ പരമമായ അന്തവും അവധിയും ആയിരിക്കുന്ന സദ്ഗത്യാ ത്വയ, സജ്ജനങ്ങൾക്ക് ഗതിയായിരിക്കുന്ന അങ്ങയോടുണ്ടായ സംഗമം, സംഗമ്യ, അങ്ങയോട് സംഗമിച്ചിട്ട് അദ്യ, ഇന്ന്, നഹ, ഞങ്ങളുടെ ജന്മസാഫല്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജന്മം, മനുഷ്യ ജന്മമെടുത്തത് സഫലമായിരിക്കണു, പൂർണ്ണമായിരിക്കണു. വിദ്യായാഹ സാഫല്യം, ഞങ്ങളുടെ എല്ലാ വിദ്യകളുടെയും സാഫല്യമാകുന്നു. തപസഃ സാഫല്യം, ഞങ്ങളുടെ തപസ്സിന്റെ സാഫല്യവും ഇത് തന്നെയാണ്. ദൃശഃ സാഫല്യം, കണ്ണുകളുടെ പ്രയോജനം. അപ്പൊ നമ്മളെല്ലാം എന്തെങ്കിലും കൃഷി ചെയ്യുന്നത്, വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ അതിൽ നിന്ന് ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫലം കിട്ടിയില്ലെങ്കിൽ പ്രയത്നം വൃഥ, അല്ലേ? അപ്പൊ സഫലമാവണം, ഫലത്തോടു കൂടിയതാവണം ഓരോ കർമ്മവും. ഇപ്പൊ ഇവിടെ ഞങ്ങൾ പഠിച്ച വിദ്യകൾ, ഞങ്ങളുടെ തപസ്, ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ ജന്മമെടുത്തത്, ഇതെല്ലാം അതിൻ്റെ സാഫല്യത്തെ നൽകിയിരിക്കുന്നു. ഇനി ഇതിൽ പരം എന്ത് വേണം? അപ്പൊ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്, ധന്യധന്യരാണ് എന്ന് സ്വയം എന്താ പറയുക, സന്തോഷിക്കുകയാണ്. അദ്യ നോ ജന്മസാഫല്യം വിദ്യായാഹ തപസോ ദൃശഃ ത്വയാ സംഗമ്യ സദ്ഗത്യാ യദന്തഃ ശ്രേയസാം പരഃ. എല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക്. ഇനി എന്താ വേണ്ടത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അങ്ങയെ നമസ്കരിക്കുക, അങ്ങയിലേക്ക് ഞങ്ങളെ പരിപൂർണമായി സമർപ്പിക്കുക.
നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ ഗുണ്ടമേധസേ സ്വയോഗമായയാ ഛന്നമഹിംനേ പരമാത്മനേ. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ കുണ്ടമേധസേ സ്വയോഗമായയാ ഛന്നമഹിംനേ പരമാത്മനേ. ഇപ്പോ നമഃ തസ്മൈ, തസ്മൈ നമഃ, അങ്ങേക്ക് നമസ്കാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമസ്കാരം, അദ്ദേഹത്തിന് കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം, ആനന്ദസ്വരൂപനായ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. അകുണ്ടമേധസേന, അകുണ്ടമേധസ്, മേധസ്സിന് യാതൊരു കുണ്ടതകളും ഇല്ലാത്തവൻ, തടസ്സമില്ലാത്ത, മറവില്ലാത്ത, ശുദ്ധമായ ജ്ഞാനത്തോടു കൂടിയവൻ, പ്രകാശസ്വരൂപനായിരിക്കുന്നവൻ, എല്ലാം അറിയുന്ന സർവജ്ഞനായിരിക്കുന്നവൻ. അങ്ങനെയുള്ള അങ്ങേക്ക്, ആനന്ദസ്വരൂപനായ കൃഷ്ണനായ ഭഗവാനായ അങ്ങേക്ക് നമസ്കാരം. ഭഗങ്ങളെല്ലാം പരിപൂർണനായ അങ്ങേക്ക് നമസ്കാരം. സ്വയോഗമായ ഛന്നമഹിംനേ, തന്റെ മായ കൊണ്ട് തന്റെ മഹിമാവിനെ ഛാദനം ചെയ്തിരിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം. ഇപ്പൊ മൂഢജനങ്ങൾക്കൊന്നും അങ്ങയുടെ മഹിമ അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അങ്ങയുടെ യോഗമായ കൊണ്ട് അതിനെ മറച്ചിരിക്കുന്നു. യോഗമായ കൊണ്ട് മറയ്ക്കപ്പെട്ട മഹിമാവോടുകൂടിയവൻ. അജ്ഞാനികൾക്ക്, മൂഢജനങ്ങൾക്ക് ഒന്നും അങ്ങയുടെ മാഹാത്മ്യം അറിയാൻ കഴിയുകയില്ല. സ്വയോഗമായ ഛന്നമഹിംനേ പരമാത്മനേ, അങ്ങ് പരമാത്മാവാണ്, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആത്മാവാണ്. അങ്ങനെയുള്ള അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം, വീണ്ടും വീണ്ടും നമസ്കാരം. അങ്ങയിലേക്ക് ഞങ്ങളുടെ ബുദ്ധിയെ ചേർത്ത് വയ്ക്കുന്നു. നമസ്കാരം എന്ന് പറഞ്ഞാലും ശിരസ് ആ പാദങ്ങളിൽ സമർപ്പിക്കലാണ്. ശിരസ് ബുദ്ധിയുടെ സ്ഥാനമാണ്, അഹങ്കാരത്തിന്റെ സ്ഥാനമാണ്. അതിനെയെല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കുകയാണ് നമസ്കാരത്തിന്റെ തത്വം. അപ്പോൾ എല്ലാം അങ്ങയാണ്, അങ്ങയിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒരു വസ്തു ഇല്ല. ഈ കാണുന്ന എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ബുദ്ധിയും എല്ലാം അങ്ങയുടെ വിഭൂതിയാണ്, അങ്ങയിൽ നിന്നുണ്ടായതാണ്, അങ്ങയുടെ പ്രസാദമാണ്. ഇത് അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ, എപ്പോഴും അങ്ങയുടെ തന്നെയാണത്. ഈ ഒരു റെക്കഗ്നിഷൻ, ഒരു ഓർമ്മ പുതുക്കൽ, ഇതാണ് നമസ്കാരം. എൻ്റേതാണ്, എൻ്റേതാണ്, എൻ്റേതാണെന്നുള്ള തെറ്റിദ്ധാരണയെ മാറ്റൽ. നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇതെല്ലാം എൻ്റേതാണ്, എൻ്റേതാണ്, എൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നമസ്കാരം ചെയ്യുമ്പോൾ, സമർപ്പിക്കുമ്പോൾ ആ തെറ്റിദ്ധാരണ മാറുകയാണ് വേണ്ടത്. എല്ലാം ഭഗവാന്റെ, എല്ലാം ഭഗവാൻ തന്നത്. ഭഗവാൻ അല്ലാതെ ഇവിടെ മറ്റൊരു വസ്തു ഇല്ല ഈ പ്രപഞ്ചത്തിൽ. ഈ സൃഷ്ടിയെല്ലാം ഭഗവാന്റെ വിഭൂതിയാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഭഗവാന്റേതാണ്. ഞാൻ ഭഗവാനെ സമർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എൻ്റേതല്ലാത്ത ഇതിനെ ഞാൻ എൻ്റേതെന്ന് തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണയെ ഉപേക്ഷിക്കലാണ് ഈ സമർപ്പണം. അല്ലാതെ ഭഗവാനൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഭഗവാന്റെ തന്നെയാണ് ഓൾറെഡി എല്ലാം. തെറ്റിദ്ധാരണയെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഇതുവരെ എൻ്റേതാണെന്ന് കരുതി, ഇപ്പൊ മനസ്സിലായി എൻ്റേതല്ല എന്ന്. എവറിത്തിങ് ബിലോങ്സ് ടു യു, ഇൻക്ലൂഡിങ് മൈ ബീയിങ്. എൻ്റെ എല്ലാം അങ്ങയുടേതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇതുവരയ്ക്ക് ഞാൻ മൂഢനായിരുന്നു, അറിവില്ലാതെ തെറ്റിദ്ധരിച്ചു പോയി, അഹങ്കരിച്ചു. അതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ ആ മിഥ്യയായ അഹങ്കാരത്തെ വെടിയുന്നു. ഒന്നും എൻ്റേതല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാം അങ്ങയുടേതാണെന്ന് തിരിച്ചറിയുന്നു. എല്ലാം അങ്ങയുടേതാണ്, ഞാനും അങ്ങയുടേതാണ്. അതുകൊണ്ട് എല്ലാം എൻ്റേതുമാണ് എന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. അപ്പൊ അങ്ങനെ ആ ഒരു അദ്വൈത ഭാവനയെ ഉറപ്പിക്കലാണ് നമസ്കാരം. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ കുണ്ടമേധസേ
സ്വയോഗമായയാച്ഛന്നമഹിംനേ പരമാത്മനെ നയം വിദന്ത്യമീ ഭൂപാഃ ഏകാരാമാശ്ച വൃഷ്ണയഃ മായാജവനികാച്ഛന്നം ആത്മാനം കാലമീശ്വരം. നയം വിദന്ത്യമീ ഭൂപാഃ ഏകാരാമാശ്ച വൃഷ്ണയഃ മായായവനികാച്ഛന്നം ആത്മാനം കാലമീശ്വരം. അമീഭൂപാഃ യം ന വിദന്തി. അമീഭൂപാഃ, അമീ എന്നാണ് ഇവിടെ ഇരിക്കുന്ന ഇവർ, ഈ ഭൂപന്മാർ, ഈ രാജാക്കന്മാർ. അതുപോലെ തന്നെ അമീ വൃഷ്ണയഃ, ഈ വൃഷ്ണികളും. ഏകാരാമാശ്ച, ഇപ്പോ ഒരു സ്ഥലത്ത് ആരംഭിക്കുന്നവർ, വിശ്രമിക്കുന്നവർ, ഒരേ സ്ഥലത്തിരിക്കുന്നവർ എന്നർത്ഥം. ഇപ്പൊ ഒരുമിച്ചിരിക്കുന്നവരായിരിക്കുന്ന ഈ രാജാക്കന്മാരോ ഈ വൃഷ്ണി വംശജാതന്മാരോ യം നവിദന്തി, ഏതൊരുവനെ അറിയുന്നില്ലയോ. അവൻ ആരാണ്? അവനെ എന്തുകൊണ്ട് അറിയുന്നില്ല? അവൻ ആത്മാവാണ്, അവൻ കാലനാണ്, അവൻ ഈശ്വരനാണ്, എങ്കിലും അറിയുന്നില്ല. എന്തുകൊണ്ട്? മായായവനികാച്ഛന്നം, മായയാകുന്ന തിരശീല കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. ഇവിടെ തിരശീല എവിടെയാ മറച്ചിരിക്കുന്നത്? നമ്മുടെ ദൃഷ്ടിയെയാണ് മറച്ചിരിക്കുന്നത്. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ബുദ്ധിയെയാണ് മറച്ചിരിക്കുന്നത്. ബുദ്ധി കൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ബുദ്ധിക്ക് പുറത്തേക്ക് പോകാനുള്ള വഴികൾ മാത്രമാണ് കണ്ണുകൾ. ജനാലകളും വാതിലുകളും പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അതിലൂടെ പുറത്തേക്ക് പോയി കാര്യങ്ങളെ ഗ്രഹിക്കുന്നത് ബുദ്ധിയാണ്. വിഷയങ്ങളെ കാണുന്നത് ബുദ്ധിയും മനസ്സുമൊക്കെയാണ്. അപ്പോ ആ ബുദ്ധിയിലാണ് മറവുള്ളത്. മായായവനികാച്ഛന്നം. മായ എന്നാൽ അവിദ്യ തന്നെയാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ സത്യമറിയായികയാണ്. എന്താണ് സത്യം? ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം. ഈ സത്യത്തെ അറിയായികയാണ് അവിദ്യ. ആ വിദ്യ തന്നെയാണ് മായ. അതിനെ തന്നെയാണ് ഇവിടെ യവനികയായി ഉപമിച്ചിരിക്കുന്നത്, ആവരണമായി ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ബുദ്ധിയിൽ വേണ്ട സംസ്കാരമില്ലാത്തത് കൊണ്ട്, ബുദ്ധി ഗുരുക്കന്മാരിൽ നിന്ന് അറിയേണ്ടത് അറിയാൻ മെനക്കെടാത്തത് കൊണ്ട്, ബുദ്ധിയെ ഉപയോഗിക്കേണ്ട കാര്യത്തിന് ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട്, ആ ബുദ്ധിയാണ് മായയാൽ മറഞ്ഞു കിടക്കുന്നത്. മായ എന്ന പായൽ പിടിച്ചു കിടക്കുകയാണ് ബുദ്ധിയിൽ. ആ മായയെ നീക്കാൻ അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ ബുദ്ധിക്ക് ബാധിച്ചിരിക്കുന്ന തിമിരം മാറാനായിക്കൊണ്ട് ആ ഗുരു ഉപസക്തി ചെയ്യണം, ഗുരുവിനെ ഉപാസിക്കണം, ഗുരുവിൽ നിന്ന് ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്യണം. അപ്പൊ അതാണ് ഇവിടെ അമീഭൂപാഃ ഏകാരാമാശ്ച വൃഷ്ണയഃ യം ന വിദന്തി, ഏതൊരുവനെ അറിയുന്നില്ല. എന്തുകൊണ്ട്? മായായവനികാച്ഛന്നം. ആ പ്രപഞ്ചതത്വം, ആത്മതത്വം, ഭഗവത് തത്വം ഇതൊന്നും വേണ്ട പോലെ അറിയാൻ ശ്രമിക്കായിക തന്നെയാണ് മായായവനിക. അപ്പോൾ മായായവനിക കൊണ്ട് ഛന്നമായിരിക്കുന്ന ആത്മസ്വരൂപനായിരിക്കുന്ന, എല്ലാറ്റിൻ്റെയും ആത്മാവായിരിക്കുന്ന, എല്ലാറ്റിൻ്റെയും സത്യവസ്തുവായിരിക്കുന്ന, ആത്മാ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും സത്യം തന്നെയാണ്.
ആ ഭഗവാൻ തന്നെയാണ് തൻ്റെ തന്നെ ശക്തിയായ കാലം കൊണ്ട് ഈ പ്രപഞ്ചത്തെ പരിണമിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നത്. വിവിധ നാമരൂപങ്ങളെ സൃഷ്ടിക്കുകയും അതിനെ വളർത്തുകയും അതിനെ പരിണമിപ്പിക്കുകയും അവസാനം അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന കാലം എന്നതും ഈ ആത്മശക്തിയുടെ തന്നെ മറ്റൊരു ഭാവമാണ്. ആ ആത്മാവിന് ഈ ശക്തി ഉണ്ട്. പരിണമിപ്പിക്കാനുള്ള ആ ഒരു ചൈതന്യം അതിലടങ്ങിയിട്ടുണ്ട്. കാലം, ഈശ്വരം, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ് ഈ ഭഗവാൻ. എല്ലാറ്റിൻ്റെയും നിയന്താവാണ്. ആ ഈശ്വരൻ്റെ പിടിവിട്ടിട്ട് ആരും സ്വതന്ത്രരല്ല. എല്ലാവരും, ഈ പ്രപഞ്ചമേ അവൻ്റെ കൈകളിൽ ഭദ്രമാണ്. എല്ലാറ്റിനും ഭദ്രമായിട്ട് മൂക്ക് കയറിട്ട് പിടിച്ചിട്ടുണ്ട്. ഭീഷാസ്മാത് വാദഃപവതേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമഃ. അവനെ ഭയന്നിട്ടാണ് കാറ്റ് വീശുന്നത്, സൂര്യൻ ഉദിക്കുന്നത്, അഗ്നി ചൂടുള്ളതായിരിക്കുന്നത്, ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത്, യമൻ ഓടി നടന്ന് പണിയെടുക്കുന്നത്. അങ്ങനെ ഓരോ ദേവന്മാരും അവരവരുടെ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇവനെ ഭയപ്പെട്ടിട്ടാണ്. ഇവന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാ കരണങ്ങളും അതിൻ്റെ പ്രവൃത്തി എടുത്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആന്തരിക അവയവങ്ങൾ ഏതൊക്കെ ഉണ്ടോ എല്ലാം അതിൻ്റെ പ്രവൃത്തി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സെല്ലുകളും അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് അവൻ അവിടെയുള്ളത് കൊണ്ടാണ്, അവൻ്റെ സാന്നിധ്യം കൊണ്ടാണ്, അവനെ ഭയപ്പെട്ടുകൊണ്ടാണ്. അവനാണ് ഈശ്വരൻ. അങ്ങനെ സർവനിയന്താവായ, എല്ലാറ്റിനെയും പരിണമിപ്പിക്കുന്ന കാലശക്തിയായ, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന, എല്ലാമായിരിക്കുന്ന, ആത്മാവായിരിക്കുന്ന ആ ഭഗവാനെ മായായവനികാച്ഛന്നന്മാരായിട്ട് അറിയുന്നില്ല. നയം വിദന്തി അമീ അമീ ഭൂപാഹ അമീ വൃഷ്ണയ യം ന വിദന്തി. അപ്പോൾ ഈ വൃഷ്ണികൾ പോലും അടുത്ത് ഒന്നിച്ച് കഴിയുന്നുണ്ടെങ്കിലും അവരാരും തിരിച്ചറിയുന്നില്ല. ഉത്തമ ദൃഷ്ടാന്തം ഇനി പറയാൻ പോകുന്ന വസുദേവരുടെ കാര്യം തന്നെ. അച്ഛനായ വസുദേവൻ പോലും ഈ ഭഗവാന്റെ മാഹാത്മ്യം വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. അമ്മയായിട്ടുള്ള ദേവകി പോലും വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. അക്രൂരനും അതുപോലെയുള്ള പണ്ഡിതന്മാരായിട്ടുള്ളവർ പോലും, ഉദ്ധവൻ മുതലായവർ പോലും ഭഗവാന്റെ മഹിമ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. അവരൊക്കെ പതുക്കെ 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 മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഭഗവാന്റെ ഒരു അല്പമറിയാം. മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരൊക്കെ കൂടുതൽ അറിയുന്നവരാണ്. ഉദ്ധവനും അക്രൂരനും ഒക്കെ മറ്റുള്ള യാദവന്മാരെ അപേക്ഷിച്ച് കുറെ മുന്നോട്ടാണ്. പക്ഷേ ശരിക്കും ഭഗവാനെ അറിയോ എന്ന് ചോദിച്ചാൽ ഈ ഋഷിമുനിമാർ തന്നെ പറയണു, ഞങ്ങൾക്കേ അറിയില്ല, ദേവന്മാർക്കേ അറിയില്ല, മറ്റ് മഹാദേവനും ബ്രഹ്മദേവനും പോലും അറിയില്ല. അപ്പൊ പിന്നെ എങ്ങനെ അക്രൂരനും ഉദ്ധവനും ഒക്കെ അറിയുക? കുറെ അറിയാന്നേ ഉള്ളൂ. മുഴുവനായിട്ട് അറിയാൻ ആർക്കും സാധ്യവും അല്ല. മുഴുവനായിട്ട് അറിയാൻ വേദങ്ങൾക്ക് പോലും സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ വൃഷ്ണികളൊന്നും അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ എക്സംഷൻസ് ഇല്ലേ? അക്രൂരനില്ലേ? അല്ലെങ്കിൽ യുധിഷ്ഠിരനില്ലേ പാണ്ഡവന്മാരുടെ ഇടയിൽ എന്നൊക്കെ? അവരൊക്കെ ഭഗവാന്റെ പ്രഭാവം അറിയുന്നവരല്ലേ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ അറിയും, മുഴുവനായിട്ടൊന്നും അറിയില്ല. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്ന് ഉപനിഷത്തുകൾ, വേദങ്ങൾ പറയുന്നു. അപ്പോ യവനികാച്ഛന്നം, അറിവില്ലായ്മയാകുന്ന യവനിക കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു ആ ഭഗവാൻ. അതുകൊണ്ട് ഈ ഭഗവാന്റെ മഹിമ ആരും അറിയുന്നില്ല. യഥാ ശയാനഃ പുരുഷഃ
ആത്മാനം ഗുണതത്വദൃക് നാമമാത്രേന്ദ്രിയാഭാതം നവേദരഹിതം പരം യഥാ ശയാനഃ പുരുഷഃ ആത്മാനം ഗുണതത്വദൃക് നാമമാത്രേന്ദ്രിയാഭാതം നവേദരഹിതം പദം പരം. യഥാ ശയാനഃ പുരുഷഃ ആത്മാനം ഗുണതത്വദൃക് ഗുണതത്വദൃക് ശയാനഃ പുരുഷഃ ഗുണതത്വങ്ങളെ ദർശിക്കുന്നവൻ, ഗുണകാര്യങ്ങളെ സത്യമെന്ന് കരുതി ദർശിക്കുന്നതായിട്ടുള്ള ഒരാൾ. ശയാനഃ പുരുഷഃ അവൻ ഉറങ്ങുന്നതായിട്ടുള്ള സമയത്ത് ആത്മാനം നാമമാത്ര ഇന്ദ്രിയാഭാതം താൻ തന്നെയാണ് നാമമാത്രമായി ഇന്ദ്രിയങ്ങളിലൂടെ പ്രകാശിക്കുന്നവനായി അറിയുന്നത്. രഹിതം പരം നവേദയത എന്നാൽ അതിൽ നിന്നെല്ലാം അതീതനായിരിക്കുന്ന തന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ശയാനഃ പുരുഷ ശയിക്കുന്ന പുരുഷൻ. ഇവിടെ ശയിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സ്വപ്നം കാണുന്നുണ്ട്. ശയിക്കുന്നതായിട്ടുള്ള സമയത്ത് സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിലെ ദൃശ്യങ്ങൾ കണ്ട് ആ ദൃശ്യങ്ങളിൽ വല്ല വന്യമൃഗങ്ങളോ കള്ളന്മാരോ അതിലുള്ള ഒരു താനുണ്ട്, തന്നെ ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ കാണുമ്പോൾ ഭയപ്പെടുന്നു. ആ ഗുണങ്ങളൊക്കെ സത്യമാണെന്ന് കരുതിയിട്ട് ഗുണതത്വദൃക് കാണുന്ന വിഷയങ്ങളെല്ലാം സത്യമാണെന്ന് കരുതി പരിഭ്രമിക്കുന്നു. വാസ്തവത്തിൽ ഇതിനാലൊന്നും ബാധിക്കപ്പെടാതിരിക്കുന്ന പരനായിരിക്കുന്ന തന്നെ തിരിച്ചറിയുന്നില്ല. ഈ സ്വപ്ന ദൃശ്യങ്ങളാൽ ഒന്നും സ്പർശിക്കപ്പെടാത്ത, സ്വപ്നത്തിലുള്ള സിംഹത്തിന് തൊടാൻ കഴിയാത്ത ആത്മാവായ തന്നെ, എല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്ന തന്നെ സ്പർശിക്കാൻ ഈ സിംഹത്തിന് സാധിക്കില്ല എന്ന് അറിയുന്നില്ല. അപ്പൊ തന്നെ അറിയുന്നില്ല എന്നർത്ഥം. നവേദരഹിതം പരം ഇതിൽ നിന്നെല്ലാം അതീതനായിരിക്കുന്ന, ഇതൊന്നും ഇല്ലാത്തതായിരിക്കുന്ന ഈ താൻ സൃഷ്ടിച്ച സ്വപ്ന ജഗത്തിൽ നിന്ന് സ്വപ്ന ജഗത്തുക്കളെ ഇല്ലാത്ത രഹിതമായിരിക്കുന്ന പരമായിരിക്കുന്ന അവസ്ഥയിലുള്ള തന്നെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച് അറിയുന്നില്ല. ഇതിൽ ഭ്രമിച്ചു പോകുന്നു. ഇതുപോലെയാണ് ഭഗവാന്റെ കൂടെ കഴിയുന്നവരായ ഈ യാദവന്മാര് ഭഗവാനെ അറിയാതിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഭഗവാന്റെ കൂടെ തന്നെ താതാത്മ്യം പ്രാപിച്ച് നമ്മുടെ സ്വന്തക്കാരൻ എന്ന് കരുതി കഴിയുന്നത് കൊണ്ട് ഇതിനെല്ലാം അതീതനായ ഭഗവാനെ കാണാൻ അവർക്ക് കഴിയുന്നില്ല. യാദവന്മാർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ഭഗവാൻ ബന്ധുവാണ്. ഒന്നുകിൽ അല്ലേ, ഇപ്പോൾ വസുദേവരെ സംബന്ധിച്ച് മകനാണ്, ദേവകിയെ സംബന്ധിച്ച് മകനാണ്, ഭഗവാന്റെ സഹോദരങ്ങൾക്ക് സഹോദരനാണ്, ഭാര്യമാർക്ക് ഭർത്താവാണ്, മക്കൾക്ക് അച്ഛനാണ്, മരുമക്കൾക്ക് അമ്മാമനാണ്, ഭഗവാന്റെ അമ്മാമന്മാർക്ക് ഭഗവാൻ മരുമകനാണ്, വലിയച്ഛൻ ചെറിയച്ഛന്മാർക്കൊക്കെ മകന് തുല്യനാണ്. ഇങ്ങനെ ഓരോരുത്തരും കൃഷ്ണനുമായിട്ട് നമ്മുടെ കൃഷ്ണൻ നമ്മുടെ കൃഷ്ണൻ നമ്മുടെ കൃഷ്ണൻ എന്ന് അഭിമാനമുള്ളവരാണ്. കൃഷ്ണനുമായിട്ട് ഐക്യം താതാത്മ്യം പ്രാപിച്ചവരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് കൃഷ്ണനെ വേർപെടുത്തി ഇതിൽ നിന്നെല്ലാം അതീതനായി ഇതിനാലൊന്നും ബാധിക്കപ്പെടാത്തവനാണ് എന്നൊന്നും കാണാനുള്ള കഴിവ് അവർക്കില്ല. ചേർന്നിരിക്കുകയാണ്. ഒന്നിച്ച് താതാത്മ്യം പ്രാപിച്ച് ചേർന്നിരിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്നെല്ലാം അതീതനായിരിക്കുന്ന, ഇതിനാലെല്ലാം ബാധിക്കപ്പെടാത്തതായിട്ടുള്ള കൃഷ്ണനെ അവർക്കറിയില്ല. എന്നാൽ ഈ മഹർഷിമാരോ അവര് ന്യൂട്രലാണ് അല്ലേ, അവർക്ക് ഇതുപോലെയുള്ള മമതയില്ല. യാദവന്മാർക്കുള്ള പോലെയുള്ള മമതയില്ല. അതുകൊണ്ട് അവർ ദൂരെ നിന്നാണ് കാണുന്നത്.
കൃഷ്ണന്റെ തത്വം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവർ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഈ യാദവന്മാർക്ക് പോലും ഈ ഭഗവാന്റെ തത്വം അറിയില്ല. നവേദ രഹിതം പരം. ഈ കാണുന്നതെല്ലാം അതുമായി താതാത്മ്യം പ്രാപിച്ച് ഒന്നാണെന്ന് കരുതുകയാണ്. ഭഗവാനുമായി ചേർത്ത് വായിക്കുകയാണ്, ചേർത്ത് മനസ്സിലാക്കുകയാണ്. ഇതിൽ നിന്ന് രഹിതനാണ്, ഇതിൻ്റെ ദോഷങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല എന്ന് അവരറിയുന്നില്ല എന്നർത്ഥം. എല്ലാറ്റിൽ നിന്നും വേറിട്ടവനുമാണ് ഭഗവാൻ. എല്ലാമായിരിക്കുന്നവനുമാണ്, എല്ലാറ്റിൽ നിന്നും വേറിട്ടവനും ആണ്. ഏവം ത്വാ നാമമാത്രേഷു വിഷയേഷു ഇന്ദ്രിയേഹയാ മായയാ വിഭ്രമച്ചിത്തോ നവേദ സ്മൃതി ഉപപ്ലവാത്. ഏവം ത്വാ നാമമാത്രേഷു വിഷയേഷു ഇന്ദ്രിയേഹയാ മായയാ വിഭ്രമച്ചിത്തോ നവേദ സ്മൃതി ഉപപ്ലവാത്. അപ്പോ ഏവം ഇപ്രകാരം നാമമാത്രേഷു വിഷയേഷു, വിഷയങ്ങളൊക്കെ വെറും നാമമാത്രമാണ് അല്ലേ? വാചാലംബനം, നാമധേയം, വാക്കിനു വേണ്ടി ഉണ്ടാക്കിയതാണ് നാമങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വെറും നാമമാത്രങ്ങളായ വിഷയങ്ങളിൽ ഇന്ദ്രിയേഹയാ മായയാ വിഭ്രമച്ചിത്ത, ഇന്ദ്രിയങ്ങളുടെ ഈഹ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ചലനം, ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി കൊണ്ടുള്ള മായ, ആ മായ കൊണ്ട് വിഭ്രമച്ചിത്ത, വിഭ്രമിച്ചിരിക്കുന്ന ചിത്തത്തോടു കൂടിയവനായിട്ട് സ്മൃതി ഉപപ്ലവാത്, അവന്റെ സ്മൃതി നശിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങള് വളരെ ചലിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ പ്രവൃത്തി, അതുകൊണ്ട് മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് മായ, അതാണ് വിഭ്രമചിത്ത എന്ന് പറഞ്ഞത്. അപ്പൊ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴോ സ്മൃതിയും നശിക്കുന്നു. സ്മൃതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഓർമ്മ, അറിവ് ഒക്കെ സ്മൃതിയാണ്. അപ്പൊ സ്മൃതിയും നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ത്വാ നവേദ, അങ്ങയെ അറിയുന്നില്ല. വെച്ചാൽ അവർക്ക് ഈ സ്മൃതിയിലാണ് തത്വം പ്രകാശിക്കുക. ശാസ്ത്രങ്ങളും ഗുരുക്കന്മാര് പറഞ്ഞ വാക്കുകളും എല്ലാം വേണ്ട പോലെ മനന നിധിധ്യാസനങ്ങൾ ചെയ്ത് തെളിഞ്ഞിരിക്കേണ്ടത് സ്മൃതിയിലാണ്. ആ സ്മൃതി മറയപ്പെടുന്നത് മനസ്സിലെ, ചിത്തത്തിലെ മാലിന്യങ്ങൾ കൊണ്ടാണ്, വിക്ഷേപങ്ങൾ കൊണ്ടാണ്. ആ ചിത്തത്തിലെ മാലിന്യം അഥവാ വിക്ഷേപമൊക്കെ ഉണ്ടാവുന്നത് ഇന്ദ്രിയങ്ങളുടെ ചലനം കൊണ്ടാണ്. ആ ഇന്ദ്രിയങ്ങളുടെ ചലനമോ അത് ഭ്രമം കൊണ്ടാണ്, മായ കൊണ്ടാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ ചലനമാകുന്ന, പ്രവൃത്തിയാകുന്ന മായ കൊണ്ട് വിഭ്രമിച്ചിരിക്കുന്ന ചിത്തത്തോടു കൂടിയവൻ അവന്റെ സ്മൃതിയുടെ നാശം ഹേതുവായിട്ട് സ്മൃതി ഉപപ്ലവാത് ത്വാ നവേദ, അങ്ങയെ വേണ്ട പോലെ അറിയുന്നില്ല, ഭഗവാനെ വേണ്ട പോലെ അറിയുന്നില്ല എന്നർത്ഥം. അവരാകെ കൺഫ്യൂസ്ഡാണ്, അവരുടെ സ്മൃതിഭ്രംശം സംഭവിച്ചിരിക്കുന്നു. ജ്ഞാനം എന്താ പറയുക, നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ജ്ഞാനത്തിൽ മാലിന്യം കലർന്നിരിക്കുന്നു. മലിനമായ ജ്ഞാനമാണ്, ശുദ്ധമായ ജ്ഞാനം അല്ല. അപ്പോൾ വിഷയങ്ങളിലാണ് ഇന്ദ്രിയങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷയാഭിമുഖമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിനും ബുദ്ധിക്കും നാശം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവർ ഭഗവാനെ അറിയുന്നു. എന്ന് വെച്ചാൽ ബഹിർമുഖന്മാർക്ക് ഭഗവാനെ അറിയാൻ കഴിയുകയില്ല. ഇന്ദ്രിയാരാമന്മാർക്ക് ഭഗവാനെ അറിയാൻ കഴിയുകയില്ല. ഇന്ദ്രിയങ്ങളെ അടക്കി അല്ലേ, കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെര വീണുവണങ്ങി ഓതിടേണം. അപ്പോൾ ബഹിർമുഖന്മാരായിട്ടുള്ളവർക്ക് ഭഗവാനെ അറിയാൻ പ്രയാസമാണ് എന്നാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള താല്പര്യം. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. വിഷയങ്ങളിൽ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളും അത് നിമിത്തം ഇളകിക്കൊണ്ടിരിക്കുന്ന വിക്ഷുബ്ധമായ മനസ്സും അത് നിമിത്തം സ്മൃതി നാശം സംഭവിച്ചിരിക്കുന്നത് കൊണ്ടും തത്വമറിയാൻ സാധിക്കുന്നില്ല ബഹിർമുഖന്മാരായ മൂഢജനങ്ങൾക്ക്.
എന്താ പരാഞ്ചികാനി വ്യതൃണത് സ്വയംഭൂഹു തസ്മാത് പരാൻ പശ്യതി ന അന്തരാത്മൻ കശ്ചിദ്ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷുഃ അമൃതത്വമിച്ഛന്. ഉപനിഷത്ത് മന്ത്ര സാരമാണ് ഇവിടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. പരാഞ്ചി കാനി, ഖാനി ഇന്ദ്രിയാണി, ഖങ്ങൾ എന്നാൽ ഇന്ദ്രിയങ്ങൾ, പരാഞ്ചി ബഹിർമുഖങ്ങളായി, പരാഞ്ചി കാനി വ്യതൃണത് സ്വയംഭൂഹു, സ്വയംഭൂവായ ആ ബ്രഹ്മദേവൻ സൃഷ്ടികർത്താവ് അതിനെ നശിപ്പിച്ചു. വ്യതൃണത്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖമായി സൃഷ്ടിച്ച് അത് വേണ്ടതിന് ഉപയോഗിക്കാൻ പറ്റാതെയായി. എന്താ വേണ്ടത്? അത് അന്തർമുഖമായി ഈശ്വരനെ ദർശിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇത് പുറത്തേക്ക് തിരിച്ചു വെച്ചതുകൊണ്ട്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ട്, തസ്മാത് പരാൻ പശ്യതി, അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തുള്ള വിഷയങ്ങളെയാണ് കാണുന്നത്. അന്തരാത്മൻ, അന്തരാത്മാവിനെ ദർശിക്കുന്നില്ല. അന്തരാത്മാവിനെ ദർശിക്കാനുള്ള സാമർഥ്യം ഇവയ്ക്കില്ല. ഡിഫക്റ്റീവാണ്. എന്നാൽ കശ്ചിദ്ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത്, ഒരു വിവേകി, ധീരൻ, ബുദ്ധിമാൻ, അവൻ പ്രത്യഗാത്മാവിനെ ഈക്ഷിക്കുന്നു, ദർശിക്കുന്നു. എങ്ങനെ? ആവൃത്ത ചക്ഷുഹു, ചക്ഷുകളെ ആവൃത്തമാക്കിയിട്ട്, ഇന്ദ്രിയങ്ങളെ അഥവാ കണ്ണിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് അന്തർമുഖമാക്കിയിട്ട്. എന്തിന്? അമൃതത്വം ഇച്ഛന്, അമൃതത്വത്തെ ഇച്ഛിച്ചുകൊണ്ട് അവൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കിയിട്ട് ഇന്ദ്രിയങ്ങളിൽ അഭിരമിക്കാതെ, ഇന്ദ്രിയ വിഷയങ്ങളിൽ നാമരൂപങ്ങളിൽ ഭ്രമിക്കാതെ സത്യാന്വേഷണം ചെയ്യുന്നു അന്തർമുഖനായിട്ട്. അങ്ങനെയുള്ളവൻ ആത്മാവിനെ ദർശിക്കുന്നു. പ്രത്യഗാത്മാനം ഐക്ഷത്, പ്രത്യഗാത്മാവിനെ ഈക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ ഭഗവാനുമായിട്ടുള്ള പരിചയം അഥവാ അതിസൗഹൃദം, അതുകൊണ്ടുള്ള താതാത്മ്യം, അതുപോലെ ബഹിർമുഖത, വിഷയങ്ങളിലുള്ളതായിട്ടുള്ള ആസക്തി, ഇന്ദ്രിയങ്ങളൊക്കെ ബഹിർമുഖങ്ങളായിരിക്കുന്നത് കൊണ്ട് മനസ്സും കലുഷിതമായിരിക്കുന്നു. അത് നിമിത്തമായിട്ട് സ്മൃതി നാശവും സംഭവിക്കുന്നു. സ്മൃതി ഉപപ്ലവാത് ത്വാ നവേദ, അങ്ങയെ അറിയുന്നില്ല. അപ്പോൾ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരൊക്കെ ബഹിർമുഖരാണ് എന്ന് സൂചനയാണ്. അങ്ങേ അറിയാൻ ബഹിർമുഖരായിട്ടുള്ളവർക്ക് സാധിക്കില്ല. അങ്ങേ അറിയണമെങ്കിൽ അന്തർമുഖരാവണം എന്നും കൂടി സൂചിപ്പിച്ചു. തസ്യാദ്യത്തെ ദദൃശിമാംഗ്രിമഘൗഗമർഷം തീർത്ഥാസ്പദം ഹൃദി കൃതം സുവിപക്വയോഗൈഃ ഉത്സിക്തഭക്ത്യുപഹദാശയ ജീവകോശാഃ ആപുർഭവദ്ഗതിമധോ അനുഗൃഹാണ ഭക്താൻ. തസ്യാദ്യത്തെ ദദൃശിമാംഗ്രിമഘൗഗമർഷം തീർത്ഥാസ്പദം ഹൃദി കൃതം സുവിപക്വയോഗൈഃ ഉത്സിക്തഭക്ത്യുപഹദാശയ ജീവകോശാഃ ആപുർഭവദ്ഗതിമധോ അനുഗൃഹാണ ഭക്താൻ. ഇപ്പോ ഭഗവാനെ കണ്ടിരിക്കുന്നു, ഭഗവാന്റെ പാദങ്ങളെ ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു. എന്തിനായിക്കൊണ്ട്? ഞങ്ങളെ അനുഗ്രഹിക്കാൻ, ഭക്തന്മാരായി ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്നാണ്. അപ്പോൾ അഗൗഗമർഷം തീർത്ഥാസ്പദം വിപക്വയോഗൈഃ ഹൃദി കൃതം തസ്യത്തെ അംഗ്രിം അദ്യ ദദൃശിമാം. ഇവിടെ ദദൃശിമ എന്ന് പറഞ്ഞാൽ വയം ദദൃശിമ, ഞങ്ങൾ ദർശിച്ചിരിക്കുന്നു. എന്താ ദർശിച്ചിരിക്കുന്നത്? ഈ അവതാരമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ പാദകമലങ്ങളെ.
അല്ലാതെ ഭഗവാന്റെ പരമതത്വത്തെ അല്ല ദർശിച്ചു എന്ന് പറയുന്നത് അവതാരമൂർത്തിയായിരിക്കുന്ന സഗുണമൂർത്തിയായിരിക്കുന്ന അങ്ങയുടെ പാദകമലങ്ങളെ ഞങ്ങൾ ദർശിച്ചിരിക്കുന്നു. അംഗ്രിം അദ്യ ദദൃശിമ തസ്യത്തെ അംഗ്രിം അദ്യ ദദൃശിമ. അങ്ങനെയുള്ള അങ്ങയുടെ പാദത്തെ ഞങ്ങൾ ഇന്ന് കണ്ടിരിക്കുന്നു. എങ്ങനെയുള്ള പാദം? അതാണ് അഗൗഗമർഷം തീർത്ഥാസ്പദം സുവിപക്വയോഗൈഹി ഹൃദികൃതം. ഭഗവാന്റെ അംഗ്രിയെ വിശേഷിപ്പിച്ച 3 പദങ്ങളാണ് അഗൗഗമർഷം. അഗൗഗം പാപസമൂഹം, അഗാനാം ഓഘം, അഗൗഗം. അപ്പോ പാപങ്ങളുടെ സമൂഹത്തെ മർഷണം ചെയ്യുന്നത്, മർഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കഴുകിക്കളയുന്നത്, ശുദ്ധമാക്കുന്നത്, നശിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിൽ പ്രയോഗം. അപ്പൊ പാപസമൂഹത്തെ നശിപ്പിക്കുന്നതും തീർത്ഥാസ്പദം, എല്ലാ തീർത്ഥങ്ങൾക്കും ആസ്പദമാണത്. ഗംഗാ മുതലായ തീർത്ഥങ്ങളൊക്കെ ഏത് പാദസ്പർശത്തിൽ നിന്നാണ് ഉണ്ടായത്? ഭഗവാൻ എവിടെ പാദസ്പർശം ചെയ്താലും അതൊക്കെ തീർത്ഥമായി മാറുകയും ചെയ്യും. അപ്പൊ തീർത്ഥങ്ങളെ ഉണ്ടാക്കാൻ പര്യാപ്തമായിരിക്കുന്നത്, തീർത്ഥങ്ങൾക്ക് അവലംബമായിരിക്കുന്നത് തീർത്ഥാസ്പദം, എല്ലാറ്റിനെയും ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ് അങ്ങയുടെ പാദം. സുവിപക്വയോഗൈഹി ഹൃദികൃതം, നല്ലതുപോലെ വിപക്വമായ യോഗം അനുഷ്ഠിക്കുന്നവരായ യോഗികളാൽ ഹൃദികൃതം. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം. യോഗീന്ദ്രന്മാർ അങ്ങയുടെ അവയവങ്ങളിൽ വെച്ച് അധികം മധുരത്തോടെ ആസ്വദിക്കുന്നത് അങ്ങയുടെ പാദകമലങ്ങളെയാണ്. അങ്ങനെയുള്ള അങ്ങയുടെ അംഗ്രിം തസ്യത്തെ അംഗ്രിം, ആ അങ്ങയുടെ പാദത്തെ അദ്യ ദദൃശിമാ വയം ദദൃശിമാ, ഞങ്ങളിതാ കണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങയുടെ പാദങ്ങളെ ദർശിച്ചത് വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. ഇനി അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കുകയും ഞങ്ങളുടെ ഉള്ളിൽ ശുദ്ധിയെ നൽകുകയും യോഗികൾ ധ്യാനിക്കും പോലെയുള്ള ആ ധ്യാനശീലത്വം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ പാദത്തെ നിരന്തരം ധ്യാനിക്കുവാനുള്ള ആ യോഗ്യത ഉണ്ടാക്കി തരികയും ചെയ്യണം എന്നാണ് അതിന്റെ താല്പര്യം. അപ്പൊ ഞങ്ങളിതാ ഇപ്പൊ കണ്ടിരിക്കുന്നു, പ്രത്യക്ഷമായിട്ട് കണ്ടിരിക്കുന്നു. ഉത്സിക്ത ഭക്ത്യുപഹതാശയ ജീവകോശാഃ ഭവദ്ഗതിം ആപുഹു. ഇനി അങ്ങയുടെ ഗതിയെ ചിലർ പ്രാപിച്ചു. ഭവദ്ഗതിം ആപുഹു, അങ്ങയുടെ പദത്തെ പ്രാപിച്ചു. ആരാണ്? ഉത്സിക്ത ഭക്ത്യുപഹത ആശയ ജീവകോശാഃ. ഉത്സിക്ത ഭക്തി എന്ന് പറഞ്ഞാല് നല്ലതുപോലെ നിറഞ്ഞൊഴുകുന്ന ഭക്തി. ഉത്സേചനം ചെയ്യുന്നത്, ഉത്സവിക്കുന്നത്. ഉത്സവം എന്താ? ഉത്സവം ഉയർന്നൊഴുകുന്നത്, നിറഞ്ഞൊഴുകുന്നതാണ് ഉത്സവം. ആനന്ദം നിറഞ്ഞൊഴുകുന്നത്, അത് തന്നെയാണ് ഉത്സിക്തം. സിക്തം എന്ന് പറഞ്ഞാൽ സേചനം കൃതം. ഉത്സിക്തം നല്ലതുപോലെ നിറഞ്ഞ് എല്ലാറ്റിനെയും ഒഴുകി നനയ്ക്കുന്നത് ഉത്സിക്തം. അപ്പൊ ഉത്സിക്തമായ ഭക്തി എന്ന് പറഞ്ഞാലോ നല്ലോണം നിറഞ്ഞൊഴുകുന്ന, വഴിഞ്ഞൊഴുകുന്ന ഭക്തി, വർദ്ധിച്ച ഭക്തി എന്ന് താല്പര്യം. ഉത്സിക്ത ഭക്തി കൊണ്ട് ഉപഹതം എന്ന് പറഞ്ഞാലോ നശിപ്പിക്കപ്പെട്ടത്, ഉപഹനിക്കപ്പെട്ടത്. എന്ത്? ആശയ ജീവകോശാഃ. ആശയം അന്ധക്കരണം, അന്ധക്കരണത്തിലുള്ള ജീവകോശം. ജീവകോശം എന്ന് പറഞ്ഞാൽ ജീവഭാവത്തെ നിലനിർത്തുന്ന ആ ഒരു കോശം. കോശം എന്ന് പറഞ്ഞാൽ ഒരു ആവരണമാണ്. അപ്പൊ ജീവഭാവത്തെ നിലനിർത്തുന്ന ആവരണം, നമ്മുടെ വ്യക്തിത്വത്തെ നിലനിർത്തുന്ന, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ നിലനിർത്തുന്നതായിട്ടുള്ള ഒരു ആവരണമുണ്ട്. അജ്ഞാനത്തിന്റെ ആവരണമാണത്. അത് നശിക്കണമെങ്കിൽ ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി നല്ലതുപോലെ വർദ്ധിക്കണം എന്നാണ്. ആ ഭക്തി കൊണ്ട് ഈ ആവരണം ദ്രവിച്ചു പോകും. ഭക്തി നിരന്തരം ഒഴുകിക്കൊണ്ടേയിരുന്നാൽ ഈ ആവരണം ദ്രവിച്ച് പൊട്ടിപ്പോകും, അത് സ്ഥലം വിടും.
അല്ലേ? ചില സ്ഥലത്ത് എപ്പോഴും വെള്ളം നനഞ്ഞ് ആർദ്രമായി കൊണ്ടിരുന്നാൽ അവിടെയൊക്കെ ദ്രവിച്ചു പോവില്ലേ? ഇവിടെ എന്താണ് വെള്ളം? ഭക്തിവെള്ളം. ഭക്തിവെള്ളത്തിൻ്റെ സേചനം കൊണ്ട് ജീവകോശം ദ്രവിച്ച് ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടും. ആ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടണം. അതാണ് മുക്തി. ജീവത്വഭാവമാണ് നമുക്ക് നമ്മളെ വേർതിരിച്ച് നിർത്തുന്നത്, ഈശ്വരനുമായി വേർതിരിച്ച് നിർത്തുന്നത്. ഒരു കോശം, ഒരു തടസ്സം, ഒരു ആവരണമാണ് നമ്മളെ സങ്കുചിത ചിത്തരാക്കി നമ്മളെ ഐസൊലേറ്റ് ചെയ്യുന്നത്. ഈ ആവരണം നീങ്ങിയാലോ ആ ഐസൊലേഷൻ മാറി നമ്മളും ഭഗവാനും ഒന്നാണെന്നുള്ളതായിട്ടുള്ള ബോധം ഉറയ്ക്കും. അപ്പോൾ ആ ജീവകോശം ഭക്തി കൊണ്ട് നശിക്കണം, ദ്രവിക്കണം. അതാണ് ഇവിടെ. അങ്ങനെ ചിലര് ഭവദ്ഗതിം ആബുഹു, അങ്ങയുടെ ഗതിയെ പലരും പ്രാപിച്ചിട്ടുണ്ട്. വർദ്ധിച്ച ഭക്തിയോടുകൂടിയ മഹാപുരുഷന്മാർ അവരുടെ ജീവകോശം വെടിഞ്ഞ് അഥവാ നശിപ്പിച്ച് അങ്ങയുടെ പദത്തെ പ്രാപിച്ചു. അതുകൊണ്ട് അത് ഭക്താൻ അനുഗ്രഹാണ. അതുകൊണ്ട് ഞങ്ങളെയും ഭക്തന്മാരായി അനുഗ്രഹിച്ചാലും, ഞങ്ങളെ ഭക്തന്മാരാക്കണം. മുമ്പേ ഭക്തി കൊണ്ട് ജീവകോശം നശിപ്പിച്ചു കളഞ്ഞ മഹാത്മാക്കളെ പോലെ ആവാൻ അല്പഭക്തിയുള്ള ഞങ്ങളെ വർദ്ധിച്ച ഭക്തിയുള്ളവരാക്കി തീർത്ത് ഞങ്ങളുടെ ജീവകോശത്തെ നശിപ്പിച്ച് അങ്ങയുടെ ഗതിയെ പ്രാപിക്കുവാനുള്ള യോഗ്യത ഉണ്ടാക്കിത്തരണം. എല്ലാ തടസ്സങ്ങളും നീക്കി അങ്ങയെ പ്രാപിക്കാൻ നല്ല ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണം എന്ന് താല്പര്യമാണ്. അപ്പോൾ ഭഗവാനോടുള്ള പ്രേമഭക്തി അത് ഈ ജീവകോശത്തെ ആർദ്രമാക്കി അതിനെ ദ്രവിപ്പിക്കും, ഇല്ലാതെയാക്കും. നമ്മൾക്ക് ഭക്തി വർദ്ധിച്ച് വരുംതോറും നമ്മുടെ അഹങ്കാരം ക്ഷയിച്ചു പോകും. അഹങ്കാരത്തെ നശിപ്പിക്കുവാനുള്ള വഴിയാണ് ഭക്തി വളർത്തുക. ഭക്തിയില്ലാത്തവർ എത്ര വലിയ പണ്ഡിതന്മാരാണെങ്കിലും എത്ര ജ്ഞാനം നേടിയവരാണെങ്കിലും അവരുടെ വ്യക്തിത്വം, ആ ജീവകോശം ദ്രവിച്ചു പോവുകയില്ല. അപ്പോൾ ആ ജീവഭാവം നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ ജീവഭാവം പോകാൻ വിനയമുണ്ടാവണം. വിനയമുണ്ടാവാൻ ഭക്തി തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ കാണാൻ വന്നു, അങ്ങയുടെ പാദദർശനം ചെയ്തു, വലിയ ഭാഗ്യമായി കരുതുന്നു. ഇനി അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഭക്തി വർദ്ധിച്ച് ഞങ്ങളുടെ ഇതുവരെ ചെയ്ത തപസ്സിൻ്റെയും മറ്റേതൊക്കെ സത്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തുവോ അതിൻ്റെയൊക്കെ ഫലം ലഭിക്കണമെങ്കിൽ ആ ഭക്തി കൂടി തന്നനുഗ്രഹിക്കണം. അപ്പോൾ ഒരു ഭക്തിക്കുള്ള പ്രാർത്ഥന കൂടിയാണിത്. അനുഗ്രഹാണ ഭക്താൻ തസ്യാദ്യത്തെ ദദൃശിമാംഗ്രിമഗൗഗമർഷം തീർത്ഥാസ്പദം ഹൃദി കൃതം സുവിപക്വയോഗൈഃ ഉത്സിക്തഭക്ത്യുപഹദാശയ ജീവകോശാഃ ആപുർഭവദ്ഗതിമതോ അനുഗൃഹാണ ഭക്താൻ. ഇങ്ങനെ ഈ മഹർഷിമാര് പ്രാർത്ഥിച്ചു. ശ്രീശുക ഉവാച ഇത്യനുജ്ഞാപ്യ ദാശാർഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജർഷേ സ്വാശ്രമാൻ ഗന്തും മുനയോ ദദിരേ മലഃ. ശ്രീശുക ഉവാച ഇത്യനുജ്ഞാപ്യ ദാശാർഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജർഷേ സ്വാശ്രമാൻ ഗന്തും മുനയോ ദദിരേ മലഃ. സുഖബ്രഹ്മർഷി കഥ തുടരുന്നു. ഇതി അനുജ്ഞാപ്യ ദാശാർഹം. ഇപ്രകാരം ഭഗവാനോട് യാത്ര ചോദിച്ചിട്ട്, അനുജ്ഞാപ്യ എന്ന് പറഞ്ഞാൽ അനുജ്ഞയെ ചോദിച്ചിട്ട്, പോകാനുള്ള അനുവാദം ചോദിച്ചിട്ട് വന്ന കാര്യം കഴിഞ്ഞു. തീർത്ഥാടനം കഴിഞ്ഞു. അതിലേറ്റവും മഹാതീർത്ഥമായ ഭഗവാനെ നേരിൽ കണ്ടു. ഇനിയിപ്പോൾ എന്താ അവിടെ നിൽക്കേണ്ട കാര്യം അല്ലേ? എല്ലാ തീർത്ഥങ്ങൾക്കും ആസ്പദമായിരിക്കുന്ന ഭഗവാന്റെ പാദം കണ്ടു. ഇനിയിപ്പതിൽ പരം എന്താ നേടാനുള്ളത്? അതുകൊണ്ട് ഭഗവാനോട് അനുജ്ഞ നേടി. അതാണ് അനുജ്ഞാപ്യ ദാശാർഹം. ദാശാർഹൻ എന്നാൽ
ഭഗവാനെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. യാദവന്മാരെയൊക്കെ ദാശാർഹന്മാരെന്ന് പറയും ഇവിടെ ശ്രീകൃഷ്ണൻ എന്ന അർത്ഥത്തിൽ. ആ ഭഗവാനോട് യാത്ര പറഞ്ഞിട്ട് ധൃതരാഷ്ട്രം യുധിഷ്ഠിരം, കൗരവന്മാരുടെ ആ പിതാവായ ധൃതരാഷ്ട്രോടും പാണ്ഡവന്മാരുടെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരനോടും അനുജ്ഞ ചോദിച്ച്, ഹേ രാജർഷേ, അല്ലയോ പരീക്ഷിത് രാജാവേ എന്ന് ശ്രീശുഖ ബ്രഹ്മർഷി സംബോധനയാണ്. അല്ലയോ രാജർഷേ, സ്വ ആശ്രമാൻ ഗന്തും മുനയഃ മനഃ ദദിരെ. സ്വ ആശ്രമാൻ ഗന്തും, അവരവരുടേതായിട്ടുള്ള ആശ്രമസ്ഥാനങ്ങളിലേക്ക് ഗമിക്കുവാനായിക്കൊണ്ട് മുനികൾ മനസ്സിനെ നിശ്ചയിച്ചു, ധരിച്ചു. ദദിരെ ധരിച്ചു. അവർ തീരുമാനിച്ച് ഭഗവാനോടൊക്കെ യാത്ര പറഞ്ഞു. പാണ്ഡവന്മാരുടെ നേതാവായ അല്ലെങ്കിൽ ജ്യേഷ്ഠനായ യുധിഷ്ഠിരനോടും ധൃതരാഷ്ട്രോടും യാത്ര പറഞ്ഞു. അപ്പൊ ആ സമയത്ത് നമ്മുടെ വസുദേവർ വിടുന്നില്ല. ആരെ? ഈ മുനിമാര്. അതാണ് തദ്വീക്ഷ്യതാനുപവ്രജ്യ വസുദേവോ മഹായശാഃ പ്രണമ്യ ചോപസംഗൃഹ്യ ബഭാഷേദം സുയന്ത്രിതഃ. തദ്വീക്ഷ്യതാനുപവ്രജ്യ വസുദേവോ മഹായശാഃ പ്രണമ്യ ചോപസംഗൃഹ്യ ബഭാഷേദം സുയന്ത്രിതഃ. തദ്വീക്ഷ്യ, അതിനെ കണ്ടിട്ട്, മുനിമാര് പോകുന്നു എന്ന് കണ്ടിട്ട്, താൻ ഉപവ്രജ്യ, താൻ മുനീൻ ഉപവ്രജ്യ, മുനികളുടെ സമീപം ചെന്നിട്ട്, ഉപസമീപേ വ്രജ്യ വ്രജനം കൃത്വ, സഞ്ചരിച്ചിട്ട് അടുത്തേക്ക് ചെന്നിട്ട്, ഉപസംഗൃഹ്യ പ്രണമ്യ, അവരുടെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ച് അവരുടെ കാലുകളെ പിടിച്ച്, ഉപസംഗൃഹ്യ പ്രണമ്യ, അവരെ പ്രണമിച്ചിട്ട്, മഹായശാഹ വസുദേവ, മഹായശസ്വിയായ ആ കൃഷ്ണപിതാവായ വസുദേവർ, സുയന്ത്രിത ഇദം ബഭാഷേ, നല്ലതുപോലെ നിയന്ത്രിതനായിട്ട്, നല്ല അടക്കത്തോടുകൂടി, വിനയത്തോടുകൂടി, ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി എന്നൊക്കെ അർത്ഥം. സുയന്ത്രിത ഇദം ബഭാഷേ, പ്രകാരം ഭാഷണം ചെയ്തു. അപ്പൊ ആ മുനിമാരെയൊക്കെ വളരെ ഭക്തിയോടുകൂടി നമസ്കരിച്ച് അവരുടെ മുമ്പിൽ തൊഴുതു നിന്നുകൊണ്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു, വിനയാന്വിതനായി ഇപ്രകാരം പറഞ്ഞു. വസുദേവ ഉവാച നമോ വഃ സർവദേവേഭ്യഃ ഋഷയഃ ശ്രോതുമർഹത കർമ്മണാ കർമ്മനിർഹാരോ യഥാ സ്യാം നഃ തദ് ഉച്യതാം. വസുദേവ ഉവാച നമോ വഃ സർവദേവേഭ്യഃ ഋഷയഃ ശ്രോതുമർഹത കർമ്മണാ കർമ്മനിർഹാരോ യഥാ സ്യാം നസ്തദുച്യതാം. വസുദേവ ഉവാച, വസുദേവൻ പറയുകയാണ്. ആരോട്? ഋഷിമാരോട്. സർവദേവേഭ്യഃ വഹ നമഃ, സർവദേവന്മാരോടുകൂടിയ നിങ്ങൾക്ക് നമസ്കാരം. പറഞ്ഞാൽ അവരുടെയൊക്കെ ഉള്ളില് എല്ലാ ദേവന്മാരും കുടികൊള്ളുന്നുണ്ട്. അപ്പോ ദേവസ്വരൂപന്മാരായ നിങ്ങൾക്ക് നമസ്കാരം. ഹേ ഋഷയഃ, ഋഷയഃ എന്നുള്ളത് സംബോധനയാണ്. അല്ലയോ ഋഷികളെ, ശ്രോതും അർഹത, നിങ്ങളിതൊന്ന് കേൾക്കണേ, ഒന്ന് ശ്രവിക്കണേ, എനിക്ക് ചിലത് പറയാനുണ്ടേ. ശ്രോതും അർഹത, യൂയം ശ്രോതും അർഹത, നിങ്ങൾ കേൾക്കാൻ മനസ്സിരുത്തണം എന്ന് താല്പര്യം. അപ്പൊ അല്ലയോ ഋഷിമാരെ, നിങ്ങൾ ദേവമൂർത്തികളാണ്, ദേവസ്വരൂപികളാണ്, നിങ്ങൾക്ക് നമസ്കാരം. എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണേ. ശ്രോതുമർഹത. യഥാ കർമ്മണ കർമ്മനിർഹാരഃ സ്യാദ് തത് നഃ ഉച്യത. യഥാ എപ്രകാരമായാൽ കർമ്മണ കർമ്മം കൊണ്ട്, ഏത് പ്രകാരത്തിലുള്ള കർമ്മം കൊണ്ട്, കർമ്മ നിർഹാരഃ കർമ്മത്തിന്റെ ആ നാശം, കർമ്മത്തിന്റെ ക്ഷയം, അത് സ്യാദ് ഭവിക്കും. ഏത് കർമ്മം കൊണ്ട് കർമ്മങ്ങളെല്ലാം നശിക്കും. തത് നഃ ഉച്യത, അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയണം. അപ്പോ ഏതുവിധം കർമ്മം ചെയ്താൽ ഞങ്ങളുടെ
കർമ്മബന്ധം നശിപ്പിക്കാൻ കഴിയും എന്നാണ് താല്പര്യം. ഇപ്പൊ സാധാരണ കർമ്മങ്ങളൊക്കെ ചെയ്യുന്തോറും വാസന വർദ്ധിച്ച് പുതിയ പുതിയ കർമ്മങ്ങളായി പ്രാരബ്ധമായി ജനന മരണങ്ങൾ തുടർച്ചയായിക്കൊണ്ടിരിക്കും. അപ്പോ അതിൽ നിന്നുള്ള പോംവഴി എന്താണ്? നമ്മുടെ ശാസ്ത്രങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവാൻ എത്രയോ ഉപദേശിച്ചിട്ടുള്ളതാണ്. ഭഗവാൻ ഗീതയിൽ അർജുനനോടും ഉപദേശിക്കുന്നു. എല്ലായിടത്തും മഹാത്മാക്കളൊക്കെ ഉപദേശിച്ചിട്ടുള്ളതാണ് ഇല്ലേ? പക്ഷേ ഈ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യം പോലും വസുദേവർ അറിയാത്തതുപോലെ ഒരു ചോദ്യം. ഈ ചോദ്യം കേട്ട് ഋഷിമുനിമാര് ആശ്ചര്യപ്പെടുന്നുണ്ട്. കാരണം LKG ലെവലിലുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താ LKG ലെവലിലുള്ള ചോദ്യം? കർമ്മയോഗത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, പ്രവൃത്തിധർമ്മത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, യജ്ഞം എന്നുള്ളതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഭഗവാൻ ഗീതയില് അർജുനന് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തത് എന്തും ഈശ്വരാർപ്പണമായി ചെയ്യുക, അപ്പോൾ കർമ്മവാസനകൾ ഉണ്ടാവില്ല, കർമ്മബന്ധം നശിച്ചു പോകും. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. യജ്ഞാർത്ഥമല്ലാത്ത കർമ്മങ്ങളെല്ലാം ബന്ധന കാരണമാകുന്നു. അതുകൊണ്ട് യജ്ഞാർത്ഥം കർമ്മം ചെയ്യണം, യജ്ഞഭാവനയോടുകൂടി കർമ്മം ചെയ്യണം, ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യണം, ഫലത്തിൽ ആസക്തി കൂടാതെ കർമ്മം ചെയ്യണം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. ഇങ്ങനെ ആവർത്തിച്ച് ഭഗവാൻ ഗീതയിൽ പറഞ്ഞ ആശയമാണ് കർമ്മയോഗം. പക്ഷെ ഇവിടെ ഗീത ഉപദേശിച്ചിട്ടില്ല ഈ കാലത്ത് മഹാഭാരത യുദ്ധമായിട്ടില്ലല്ലോ. കൗരവന്മാരൊക്കെ ജീവനോടുകൂടി ഉണ്ട്. ഇപ്പൊ മഹാഭാരത യുദ്ധത്തിലാണ് ഭഗവാൻ ഇതെല്ലാം അർജുനന് ഉപദേശിക്കുന്നത്. ആ കാലമായിട്ടില്ല, അതിനൊക്കെ മുമ്പാണ്. അപ്പൊ എന്തായാലും ഭഗവാൻ ആർക്കെങ്കിലും ആ സമയത്ത് ഉപദേശിച്ചിട്ടുണ്ടോ ഇതുപോലെയുള്ള കാര്യങ്ങളെന്ന് വസുദേവരുടെ അറിവിലില്ല. വസുദേവർക്ക് ഭഗവാൻ ആരാണ്? സ്വന്തം പുത്രൻ മാത്രം. ആ വാത്സല്യഭാവമേ ഉള്ളൂ, പുത്രഭാവമേ ഉള്ളൂ. ഗുരു എന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് കൃഷ്ണനോട് ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. കൃഷ്ണനോട് ചോദിച്ചിരുന്നെങ്കിൽ കൃഷ്ണൻ വ്യക്തമായി പറഞ്ഞു കൊടുത്തേനെ അച്ഛന്. സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാദ് എന്ന് പ്രവൃത്തിധർമ്മം ഉപദേശിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ പ്രവൃത്തിധർമ്മത്തെക്കുറിച്ചാണ്, കർമ്മം കൊണ്ട് കർമ്മനാശം എങ്ങനെ സംഭവിക്കും. അപ്പൊ കർമ്മത്തെ തന്നെ കർമ്മയോഗമാക്കുമ്പോൾ, യജ്ഞകർമ്മമാക്കുമ്പോൾ, ഈശ്വരാർപ്പണമാക്കുമ്പോൾ ആ കർമ്മവാസനകളോടുകൂടെ കർമ്മം നശിക്കും. ഇതാണ് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷെ വസുദേവർ അറിയാത്ത പോലെ ചോദിക്കുകയാണ്. എന്തായാലും ഈ ചോദ്യം ഇവരെ ആശ്ചര്യപ്പെടുത്തി. അതുകൊണ്ട് അവരുടെ ആശ്ചര്യം കണ്ടിട്ട് നാരദ മഹർഷി അവരോടൊക്കെ ഉള്ള കാര്യം പറയുന്നു. അതാണ് നാരദ ഉവാച നാദിചിത്രമിദം വിപ്രാഹ വസുദേവോ ബുബുൽസയാ കൃഷ്ണം മത്വാർഭകം എന്നഃ പൃച്ഛതി ശ്രേയ ആത്മനഃ. നാരദ ഉവാച നാദിചിത്രമിദം വിപ്രാഹ വസുദേവോ ബുബുൽസയാ കൃഷ്ണം മത്വാർഭകം എന്നഃ പൃച്ഛതി ശ്രേയ ആത്മനഃ. നാരദൻ മറ്റു മുനിമാരോടെല്ലാരോടായിട്ട് പറയണേ, ഹേ വിപ്രാഹ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരേ, ഇതം നാദിചിത്രം,
ഇതം ഈ വിഷയം അതിചിത്രം അത്യാശ്ചര്യകരമൊന്നുമല്ല, നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. വസുദേവ കൃഷ്ണം അർഭകം മത്വാ ആത്മനഃ ശ്രേയഃ ബുഭുത്സയാ നഹ പൃച്ഛതി. അദ്ദേഹം സത്യസന്ധമായിട്ട് വളരെ സീരിയസ് ആയിട്ട് നമ്മളോട് ചോദിക്കുക തന്നെയാണ്, നമ്മളെ കളിയാക്കാൻ ചോദിക്കുകയൊന്നുമല്ല. കൃഷ്ണന്റെ അച്ഛൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെയുള്ള ചെറിയ സംശയം ചോദിക്കുന്നത് നമ്മളെ പരിഹസിക്കാനോ നമ്മളെ ടെസ്റ്റ് ചെയ്യാനോ ആണോ എന്നൊന്നും ധരിക്കേണ്ട. അദ്ദേഹത്തിന് അറിയാൻ വേണ്ടി തന്നെ ചോദിക്കണം. അതാണ് ബുബുൽസയ, ആത്മനഃ ശ്രേയ ബുബുൽസയ. ആത്മാവിന്റെ അവനവന്റെ ശ്രേയസിനെ കുറിച്ച് ബുബുൽസ എന്ന് പറഞ്ഞാൽ ബോധും ഇച്ഛ, അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് നഹ പൃച്ഛതി അസ്മാൻ പൃച്ഛതി, നമ്മളോട് ചോദ്യം ചെയ്യുന്നത്. ഇതെന്ന അതിവിചിത്രം, ഇത് ആശ്ചര്യമായിട്ട് കരുതരുത്. എന്താ അതിന് കാരണം? വസുദേവ കൃഷ്ണം അർഭകം മത്വാ, വസുദേവൻ കൃഷ്ണനെ തന്റെ അർഭകനായിട്ട് എന്ന് വെച്ചാൽ തന്റെ പുത്രനായി ബാലനായി മാത്രമാണ് കരുതുന്നത്. അപ്പൊ പുത്രനെ ഒരു ബാലനായി കരുതുന്നത് കൊണ്ട്, തന്റെ ഉണ്ണിയായി കരുതുന്നത് കൊണ്ട് കൃഷ്ണനോട് ഇതുവരേക്ക് ഈ വിവരമൊന്നും ചോദിച്ചിട്ടില്ല. കൃഷ്ണൻ സർവജ്ഞൻ തന്നെയാണ്, ലോകഗുരു തന്നെയാണ്. ആ കൃഷ്ണനെ ഇതുവരെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല ആര്? അച്ഛനായ വസുദേവർ. എന്തുകൊണ്ട്? പുത്രനായി കരുതിയത് കൊണ്ട്. അത് അടുത്ത ശ്ലോകത്തിലും തുടർന്ന് പറയുന്നു. സന്നികർഷോ ഹി മർത്യാനാം അനാദരണ കാരണം ഗാംഗം ഹിത്വാ യദാന്യാംബഃ തത്രത്യോ യാതി ശുദ്ധയേ. സന്നികർഷോ ഹി മർത്യാനാം അനാദരണ കാരണം ഗാംഗം ഹിത്വാ യദാന്യാംബഃ തത്രത്യോ യാതി ശുദ്ധയേ. അപ്പൊ എന്താണ് ഭഗവാനെ കുറിച്ച് വസുദേവർക്ക് ഗുരുത്വം കൽപ്പിക്കാത്തത്, ബഹുമാനം കൽപ്പിക്കാത്തത്? മർത്യാനാം സന്നികർഷഃ അനാദരണ കാരണം ഹി. സന്നികർഷം അടുത്ത് ചേർന്നിരിക്കുക, എപ്പോഴും മുട്ടി ഉരുമ്മിയിരിക്കുക. നികർഷം എന്ന് പറഞ്ഞാൽ ഒരയ്ക്കുക എന്നാണ്. അപ്പൊ മുട്ടി ഉരുമ്മിയിരിക്കുന്നത്, ചേർന്നിരിക്കുന്നത്, എപ്പോഴും കൂടെ ഇരിക്കുന്നത് എന്നർത്ഥം. സാമീപ്യം, സമീപസ്ഥിതി, അതാണ് സന്നികർഷ. അത് മർത്യാനാം അനാദരണ കാരണം, മനുഷ്യരുടെ സ്വഭാവമാണിത്. എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്നതിനെ വിലവെക്കില്ല. ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് അല്ലേ? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അപ്പൊ ഏറ്റവും അടുത്തിരിക്കുന്ന വസ്തുക്കൾ, അവൈലബിൾ ആയിരിക്കുന്ന വസ്തുക്കൾ നമ്മുടെ മനസ്സ് അതിനുവേണ്ടി അതിനെ ആദരിക്കുകയോ അതിനുവേണ്ടി കൊതിക്കുകയോ ചെയ്യാറില്ല. മനസ്സിന്റെ സ്വഭാവമാണ് ദൂരെ ഇരിക്കുന്ന വസ്തുക്കളെയാണ് അത് കൊതിക്കുക. എന്ന് വെച്ചാൽ തനിക്ക് കിട്ടില്ല, ഒരു വെല്ലുവിളി ഉണ്ടെങ്കിലേ മനസ്സ് അതിന്റെ പുറകെ പോവുള്ളൂ. ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങളെ കുറിച്ച് മനസ്സിന് ചിന്തിക്കേണ്ട കാര്യമില്ല. വൈ വറി, ഇറ്റ്സ് ഓൾറെഡി അവൈലബിൾ. അപ്പൊ മനസ്സിന്റെ സ്വഭാവം എപ്പോഴും അതിന് ദൂരെ ഇരിക്കുന്ന, അതിന് കിട്ടില്ല എന്ന് തോന്നുന്ന, എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്ന കാര്യങ്ങൾക്കൊക്കെയാണ്. ഏത് കാര്യം അരുത് എന്നാരെങ്കിലും പറഞ്ഞോ അതിലേക്ക് മനസ്സ് വേഗം വേഗം പോകും അല്ലേ? കാരണം അരുത് എന്ന് പറയുന്ന ഒരു തടസ്സമാണ്. അപ്പൊ തടസ്സം ഉണ്ടാകുന്ന കാര്യം അതിനിത്തിരി വില കൂടും. അപ്പൊ അത് തന്നെ വേണം. ഇത് മനുഷ്യ മനസ്സിന്റെ സ്വഭാവമാണ്. അതാണ് മർത്യാനാം അനാദരണ കാരണം സന്നികർഷ. എപ്പോഴും അടുത്തിരിക്കുന്നത്, അവൈലബിലിറ്റി, അത് അനാദരവിന് കാരണമാകുന്നു. നിശ്ചയം ഹി. അതിനുദാഹരണം പറയണം ഇവിടെ. ഗാംഗം അംബഃ ഹിത്വാ തത്രത്യഃ ശുദ്ധയേ അന്യാംബഃ യാതി യഥാ. യഥാ എപ്രകാരമാണോ ഗാംഗം അംബഃ ഹിത്വ തത്രത്യഃ, തത്രത്യഃ എന്ന് പറഞ്ഞാൽ അവിടുത്തുകാര്,
തത്രത്യന്മാരെന്നാൽ അവിടുത്തുകാരൻ, തത്ര വസിക്കുന്നവർ. പാശ്ചാത്യ പടിഞ്ഞാറ് വസിക്കുന്നവർ, പൗരസ്ത്യ കിഴക്ക് വസിക്കുന്നവർ. അതുപോലെയാണ് തത്രത്യ ഇവിടെ വസിക്കുന്നവർ, അത്രത്യ. അപ്പോൾ അവിടെ വസിക്കുന്നവർ തത്രത്യ എന്തു ചെയ്യുന്നു? ഗാംഗം അംബഹ ഹിത്വ, ഗംഗാജലത്തെ വെടിഞ്ഞുകൊണ്ട്. ഗംഗയെ ഒരു വിലയില്ല ഗംഗാതീരത്ത് താമസിക്കുന്നവർക്ക്. അവരത് വിട്ടിട്ട് മറ്റ് അന്യതീർത്ഥങ്ങൾ, അന്യസ്മാത് അന്യാംബഹ, അന്യാംബഹ എന്ന് പറഞ്ഞാൽ അന്യജലത്തെ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഗംഗാവാസികൾക്ക്, ഗംഗാതീരത്ത് വസിക്കുന്നവർക്ക് ഗംഗയോട് വലിയ മതിപ്പൊന്നുമില്ല. അവർ ചിലപ്പോൾ യമുനയിലേക്കും നർമ്മദയിലേക്കും ഒക്കെ പോകും. ചിലർ രാമേശ്വരം വരെ നടന്നു വരും. ഗംഗയിൽ കുളിച്ചാലൊന്നും പൂർണ്ണമുക്തിയാവില്ല, കുളിക്കുകയാണെങ്കിൽ രാമേശ്വരത്ത് കുളിക്കണം എന്ന് പറഞ്ഞ് ഗംഗയിൽ നിന്ന് രാമേശ്വരത്തേക്ക് നടന്നു വരുന്ന ആൾക്കാരുണ്ട്. രാമേശ്വരത്തുള്ളവരോ അവർ നേരെ ഗംഗയിലേക്കും വെച്ചുപിടിപ്പിക്കും. ഇതൊരു സംസ്കാരം അല്ലേ? ഗംഗാവാസികൾ ഗംഗയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് രാമേശ്വരനെ അഭിഷേകം ചെയ്യുന്നു. രാമേശ്വരത്തുള്ളവർ ഇവിടുന്ന് കടൽ ജലം കൊണ്ടുപോയി കാശി വിശ്വനാഥനെ അഭിഷേകം ചെയ്യുന്നു. ഈ കാശി വിശ്വനാഥനും രാമനാഥനും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. എന്നാലും കാശിയിലുള്ളവർക്ക് രാമനാഥൻ എന്ന് പറയുമ്പോൾ രാമേശ്വരത്തുള്ള ഭഗവാനെ വലിയ ബഹുമാനമാണ്, അവിടേക്ക് വരും. അതുപോലെ മറ്റ് യമുന, നർമ്മദ, സിന്ധു, ഗോദാവരി, കാവേരി, മറ്റു തീർത്ഥങ്ങളിലേക്കൊക്കെ പോകും. ഗംഗയെ വലിയ ബഹുമാനം ഇല്ല. തിരിച്ചും ദൂരെയുള്ളവർ ഗംഗയെ തേടിപ്പോകും, അവരുടെ അടുത്ത് തീർത്ഥമുണ്ടെങ്കിലും. അപ്പം അതുപോലെയാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ വസുദേവരുടെ കൂടെ തന്നെ കഴിയുന്നു. അതുകൊണ്ട് ആ വസുദേവർക്ക് കൃഷ്ണനോട് വലിയ മതിപ്പൊന്നും പോരാ. കൃഷ്ണൻ ഗുരുവാണ് എന്നുള്ള വിചാരമൊന്നുമില്ല. ചെറിയ സംശയങ്ങളൊക്കെ കൃഷ്ണനോട് ചോദിച്ചാൽ തീരാവുള്ളൂ, ചെറുതല്ല. എത്ര വലിയ സംശയങ്ങളും തീർത്തു തരാൻ കഴിവുള്ള ഗുരുവാണ് എന്നുള്ള ബോധമില്ല. അപ്പം അതാണ് ഇവിടെ നാരദൻ പറയുന്നത്. എന്താ പറയുക, വസുദേവന്റെ അവിദ്യാവിലാസം അത് ഇനിയും ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് കാണാം. വൈകുന്നേരം ഒഴിവുണ്ടെങ്കിൽ എടുക്കാം. കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട്. നാളെയും കുറച്ച് തിരക്കുകളുണ്ട്. നമ്മുടെ ഋഷികേശ് എന്നുള്ളൊരു സ്വാമിജി, സീനിയർ സ്വാമിജി, ഋഷികേശിലെ മഠാധിപതി സ്വാമി സാക്ഷാത്കൃതാനന്ദ സരസ്വതി, നമ്മൾ സീനിയർ ഗുരുഭായിയാണ്. അദ്ദേഹം പാലക്കാടും കോഴിക്കോടും ഒക്കെ സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനും കൂടെ പോകാനും ഒക്കെ ആയിട്ട് നാളെയും മറ്റന്നാളും കുറച്ച് മെനക്കെടുണ്ട്. പിന്നീട് 18-ാം തീയതി ചേർത്തലയിലൊരു പ്രഭാഷണമുണ്ട്. ചേർത്തല പള്ളിപ്പുറം ഒരു ദേവീക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹത്തിൻ്റെ ഇടയിൽ. ഇത് രാവിലെ 11:30 മറ്റെയാണ് പ്രഭാഷണം. 11 11:30. ചേർത്തലയിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വരാം. പള്ളിപ്പുറത്ത് എന്തു കാവാണ് മറന്നു. നമ്മുടെ ജഗദംബ കുഞ്ഞമ്മ, കമലാദേവി കുഞ്ഞമ്മ, അവർക്കറിയാം ഏത് കാവാണെന്ന്. അവരുടെ നാട്ടിലാണ്. ഇപ്പോൾ 2-3 ദിവസം ഇത്തിരി തിരക്കിലായിരിക്കും. ഒഴിവുള്ളപ്പോൾ എടുക്കാം, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് വന്ന് നോക്കാം. ഹരിയോ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. ഏകാദശിയുമൊക്കെയാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും.